പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗപിതാവേ, ഞങ്ങളുടെ സുവിശേഷ യോഗത്തിൻ്റെ സമാപന രാത്രിക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഒരു പുതിയ വർഷത്തിൻ്റെ ആരംഭ നാളുകൾ നിന്നോടുകൂടെ ആയിരിക്കാൻ ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതിനും ഈ വർഷം മുഴുവൻ ദൈവത്തോടുകൂടെ യാത്ര തുടരുന്നതിനും ഞങ്ങൾക്കിടയാക്കി തീർക്കണമേ. ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ യേശുക്രിസ്തുവിനെ മാത്രം നോക്കി ജീവിപ്പാൻ, സഞ്ചരിപ്പാൻ ഞങ്ങളെ ഒരുക്കണം. ഞങ്ങളുടെ ജീവിത യാത്ര നിന്നോടുകൂടെ ആയിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവ്, ഞങ്ങളെ പിന്നോട്ട് പിടിക്കുന്ന എല്ലാ ശക്തികളിൽ നിന്നും വിടുവിക്കപ്പെട്ടവരായി ദൈവത്തോടെ യാത്ര തുടരുവാൻ ഞങ്ങൾക്കിടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി ഞങ്ങൾ തിരുസനിലേക്ക് അടുത്തു വരുന്നു. നീ ഞങ്ങളോട് സംസാരിക്കണമേ. രോഗികളായി വന്നിരിക്കുന്നവർക്ക് നീ സൗഖ്യം നൽകണമേ. മനോഭാരത്തോടെ വന്നിരിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേ. വ്യക്തതയും ശക്തിയും പ്രാപിച്ചവരായി, പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കപ്പെട്ടവരായി ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. അടിയനെ നീ അനുഗ്രഹിക്കണമേ. വന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളെല്ലാവരെയും നീ വാഴ്ത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ, ബഹുമാനപ്പെട്ട ഡേവിഡ് അച്ഛൻ, ഇടവക ചുമതലക്കാരെ, പ്രിയപ്പെട്ട ദൈവമക്കളെ, ഗായക സംഘാംഗങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ 2-3 ദിവസങ്ങൾ നിങ്ങളോട് ആയിരിക്കാൻ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ വന്നപ്പോൾ മുതൽ ഞങ്ങളെ സ്വീകരിക്കുകയും ആദരിക്കുകയും സൽക്കരിക്കുകയൊക്കെ ചെയ്ത് എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് താമസവും ഭക്ഷണമൊക്കെ ഒരുക്കിയ ശ്രീമതി റേച്ചൽ ചെറിയാനോടുള്ള നന്ദി ഹൃദയംഗമായിട്ട് അറിയിക്കുന്നു. ഭവനങ്ങൾ കൊണ്ടുപോവുകയും ഞങ്ങളെ സൽക്കരിക്കുകയൊക്കെ ചെയ്ത് എല്ലാവരോടും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഡോക്ടർ ജെയിംസ് തോമസ് ഇന്ന് മെഡിക്കൽ ചെക്കപ്പൊക്കെ നടത്തി സഹായിച്ചു. പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഇന്ന് ഗായക സംഘം പൂർണ്ണമായി എന്ന് വിചാരിക്കുന്നു. ഗായക സംഘത്തിൻ്റെ സേവനത്തിനായും ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാനപ്പെട്ട ജോർജ് ജോണച്ചൻ ഞങ്ങളുടെ നാട്ടുകാരനാണ്. അച്ഛൻ്റെ നേതൃത്വത്തിൽ ഇടവക വളരെ ഭംഗിയായി മുന്നേറുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നിർവഹിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നു. നമ്മളിന്ന് വായിച്ചത് വെളിപാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. നാളെ നമ്മുടെ ഇടവക ദിനമായതുകൊണ്ട് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു മാർത്തോമ്മ ഇടവകയുടെ ചരിത്രം, മാർത്തോമ്മ ഇടവകയെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ സർദീസിലെ സഭ എന്ന് മാറ്റിയിട്ട് വാഷി സെൻറ്റ് പോൾസ് ഇടവക എഴുതുന്നത് എന്ന് വായിക്കണം. അങ്ങനെ വെട്ടി എഴുതണ്ട, വായിച്ചാൽ മതി. കാരണം സർദീസ് ഇടവകയും വാഷി സെൻറ്റ് പോൾസ് ഇടവകയൊക്കെ തമ്മിൽ വലിയ ബന്ധമാണ്. വാഷി ഇടവകയെന്ന് മാത്രമല്ല, മാർത്തോമ്മ സഭയുടെ 1300 ഇടവകളുമായി ഈ സർദീസിലെ സഭയ്ക്കൊരു ബന്ധമുണ്ട്. അത് എക്യുമെനിക്കൽ ബന്ധമൊന്നുമല്ല, സ്വഭാവത്തിലുള്ള ബന്ധമാണ്. ഒരു കാലത്ത് സർദീസ് സഭ വളരെ ആത്മീകമായി സമ്പന്നമായിരുന്നു. അന്ന് സർദീസ് പട്ടണം സാമ്പത്തികമായി ദരിദ്രരായിരുന്നു. കാലക്രമത്തിൽ സർദീസ് പട്ടണം സാമ്പത്തികമായി വളരാൻ തുടങ്ങിയപ്പോൾ സർദീസിലെ സഭ ആത്മീകമായി തളരാൻ തുടങ്ങി. അപ്പോൾ ദേശത്തുണ്ടാകുന്ന സാമ്പത്തിക വളർച്ച ആദ്യം ബാധിക്കുന്നത് ആ പ്രദേശത്തെ വിശ്വാസ സമൂഹത്തെയാണ് എന്നുള്ളതിന് നല്ല തെളിവാണ്, നല്ല ഉദാഹരണമാണ് സർദീസിലെ സഭ. നമ്മുടെ സഭയും വ്യത്യസ്തമല്ല. ഒരു കാലത്തുണ്ടായിരുന്ന ആത്മീയ ചൈതന്യവും സന്തോഷവും നമ്മുടെ സഭയിലില്ല, നമ്മുടെ ഇടവുകളില്ല, നമ്മുടെ കുടുംബങ്ങളിലില്ല. പക്ഷേ മരാമത്തുപരമായി നമ്മൾ ഒരുപാട് വളർന്നു, സാമ്പത്തികമായി നമ്മൾ ഒരുപാട് വളർന്നപ്പോൾ ആത്മീയമായി നമ്മൾ തളരാൻ, ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞൊരു മാർത്തോമ്മ ഇടവകയാണ് നമ്മുടെ സ്വഭാവത്തിലാണ്. മാത്രമല്ല, ഓരോ മാർത്തോമ്മ ഇടവകയിലുമുള്ള ആളുകൾ ഈ പള്ളിയിലുമുണ്ട്. 4 ഗ്രൂപ്പ് കൂടുന്നതാണ് മാർത്തോമ്മ ഇടവക. ഒന്നാമത്തെ ഗ്രൂപ്പ് ആരാണ്? ജീവനുണ്ട് എന്ന് പേരുണ്ടെങ്കിലും മരിച്ചവർ. എല്ലാ പള്ളിയിലെയും പ്രബല വിഭാഗമാണ് മരിച്ചവരെന്ന് പറയുന്നത് ശവസംസ്കാര രജിസ്റ്ററിൽ പേര് കയറിയിട്ടില്ല, ഇതുവരെയും അങ്ങ് സെമിത്തേരി കൊണ്ട് അടക്കിയിട്ടുമില്ല. ഇടവക രജിസ്റ്ററിൽ പേരുണ്ട്, പക്ഷേ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും, അങ്ങനെ ഒരു ഗ്രൂപ്പാണ്. ആര് പ്രസംഗിക്കാൻ വന്നാലും ശരി, ഞങ്ങൾക്കിതൊന്നും പ്രശ്നമല്ല എന്ന മട്ടിൽ മരിച്ച അവസ്ഥയിലിരിക്കുന്ന ഒരു പ്രബല വിഭാഗം എല്ലാ പള്ളിയിലുമുണ്ട്, മരിച്ചവർ. രണ്ടാമത്തെ കൂട്ടരാണ് ചാകാറായ ശേഷിപ്പുകൾ. മരിച്ചിട്ടില്ല, മരിച്ചുകൊണ്ടിരിക്കുകയാണ്, താമസിക്കാതെ മരിക്കും. ഓക്സിജൻ കൊടുത്തിട്ടേക്കാണ്, സിലിണ്ടർ മാറ്റിയാൽ അപ്പോഴേ തട്ടിപ്പോകും. അങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വന്ന് സിലിണ്ടർ നിറയ്ക്കും എന്നാണ്. ദുഃഖവെള്ളിയാഴ്ച വന്ന് നിറച്ചു, ഇനി ഇടവദിനത്തിന് ഊണുണ്ടല്ലോ അന്ന് വന്ന് നിറയ്ക്കും. അങ്ങനെ വല്ലപ്പോഴൊക്കെ പള്ളി സന്ദർശിച്ച് സിലിണ്ടർ നിറച്ചുകൊണ്ടിരിക്കുന്ന ചാകാറായവർ, ചാകുന്നതായിരുന്നു ഭേദം.
ചാകയില്ല, കട്ടിലൊഴിയുകയില്ല എന്നുള്ള മറ്റ് ജീവിക്കുന്ന കുറേ പേരുണ്ട്. വല്ലപ്പോഴുമേലും ഒന്ന് ഹാജരി വെക്കും. അങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട്. അതാണ് രണ്ടാമത്തെ ഗ്രൂപ്പ്. എല്ലാ പള്ളിയിലുമാണ്. മൂന്നാമത്തെ ഗ്രൂപ്പാണ് ഉറങ്ങുന്നവർ. ഉറങ്ങുന്നവനെ ഉണർന്നുകൊള്ളുക. സർദീസിലെ പ്രബല വിഭാഗമായിരുന്നു ഉറങ്ങുന്നവർ. ഉറങ്ങുന്നവരാരാണ്? പള്ളിയിലിരുന്ന് ഉറങ്ങുന്നവരുടെ കാര്യമല്ല. പള്ളിയിലിരുന്ന് ഉറങ്ങുന്നവരെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇവിടെ നോക്കുമ്പോൾ എന്തോ ഒരു ഐശ്വര്യമാണെന്നറിയാമോ, നല്ല സുഖമായിട്ട്. എനിക്ക് പറ്റത്തില്ലല്ലോ എന്നോർത്ത് എനിക്ക് അസൂയ തോന്നും. അങ്ങനെയല്ലുണ്ട്. ചിലർ പള്ളി കണ്ടാൽ അപ്പോഴേ ഉറക്കം വരും. മാർത്തോമാ സഭയിൽ ഉറങ്ങാൻ അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ പള്ളികളിൽ ബെഞ്ച് നിർബന്ധമില്ല. അഥവാ ബെഞ്ച് ഇടുകയാണെങ്കിൽ അത് ചാരു ബെഞ്ചായിരിക്കണം എന്ന് വേദവും മെത്രാപ്പൊലീത്ത, എനിക്ക് ടൈറ്റസ് ഫസ്റ്റ് മാർത്തോമയാണെന്ന് തോന്നുന്നു, കൽപ്പന അയച്ചാണ്. ബെഞ്ച് ഇടുകയാണെങ്കിൽ അത് ചാരു ബെഞ്ചായിരിക്കണം. അല്ലെങ്കിൽ ഒത്തിരി പേര് യൂത്തിക്കോസിൻ്റെ വിട്ട് പെടലി ഒടിഞ്ഞ് ചാകും. അതുകൊണ്ട് നമുക്ക് ഉറങ്ങാൻ അനുവാദമുണ്ട്. വീട്ടിൽ ഉറങ്ങാൻ പറ്റത്തില്ല, എന്തെല്ലാം ബഹളമാണ്. ഓഫീസിലിരുന്ന് ഉറങ്ങാനൊക്കെ ഇതിൽ ബോസ് പിടിക്കും. പള്ളിയിലാണെങ്കിൽ ഒരു പ്രശ്നമില്ലല്ലോ ഉറങ്ങാൻ. അതുകൊണ്ട് ഉറങ്ങാൻ അനുവദിച്ചിട്ടുണ്ട്. ആ ഉറക്കമല്ല, നമ്മളെ ബാധിച്ചിരിക്കുന്ന ചില ഉറക്കങ്ങളുണ്ട്. 3 കൂട്ടരുടെ പേര് ഞാൻ പറഞ്ഞു. ആരൊക്കെയാണ്? അതേലും നിങ്ങളൊന്ന് പറ. ആരൊക്കെയാ? മരിച്ചവർ, മരിക്കാറായവർ, ഉറങ്ങുന്നത്. നിങ്ങളെന്ത് സന്തോഷത്തോടെ അത് പറഞ്ഞത് കേട്ടാലേ അറിയാം. ഞങ്ങളുടെ കാര്യമല്ല അച്ഛൻ പറയുന്നത്. നിങ്ങൾ ഈ ഗ്രൂപ്പിൽ വന്നോ? ഈ ഗ്രൂപ്പിൽ വന്നവരാണോ? അല്ല. ആരൊക്കെയാണ് നമ്മുടെ പള്ളിയിൽ മരിച്ചവരെന്ന് നമുക്കറിയാം അല്ലേ? തോമസ് സാറും ചാക്കോ സാറും ഒക്കെയാണ്. പിന്നെ മരിക്കാറായവർ ഇന്നാരൊക്കെയാണ്. ഉറങ്ങുന്നവർ ലീലാമ്മയും ശോശാമ്മയൊക്കെയാണ്. ഞങ്ങളുടെ കാര്യം എന്താ അച്ഛൻ പറയാത്തത്? അതല്ലേ നിങ്ങളുടെ പ്രശ്നം? ഇപ്പോൾ ഞങ്ങൾ ഈ പള്ളിക്കാരല്ലേ. 4മതൊരു ഗ്രൂപ്പുണ്ട്, ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ. 4മത്തെ ഗ്രൂപ്പാണ് കുറേ പേർ. അതായത് ഉറങ്ങുന്നവരുടെയും മരിച്ചവരുടെയും മരിക്കാറായവരുടെയും മധ്യേ ജീവിതം വിശുദ്ധിയോടെ കാസൂക്ഷിക്കുന്ന കുറേ പേർ. നിങ്ങൾ സർദീസിലുണ്ട്, വാഷിയിലുണ്ട്, എല്ലായിടത്തുമാണ് കുറേ പേർ. അതുകൊണ്ട് എന്തിനാണ് ഈ കൺവെൻഷൻ നടത്തുന്നതെന്ന് ചോദിച്ചാൽ, ഈ കുറേ പേരുടെ ഗണത്തിലേക്ക് ആളുകൾ വർദ്ധിക്കണം. മരിച്ചവരിൽ നിന്ന്, മരിക്കാറായവരിൽ നിന്ന്, ഉറങ്ങുന്നവർ ഉണർന്നെഴുന്നേറ്റ് ജീവിതം വിശുദ്ധിയോടെ കാസൂക്ഷിക്കുന്ന അവർ യോഗ്യന്മാരായാൽ വെള്ള ധരിച്ച് എൻ്റെ കൂടെ നടക്കും. അവരുടെ പേര് ഞാൻ ജീവൻ്റെ പുസ്തകത്തിൽ മായ്ച്ചു കളകയില്ല. ആ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വളരണം. ഈ മരിച്ചവരെയും ഉറങ്ങുന്നവരെയും തമ്മിൽ കണ്ടാൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഉണ്ടോ? മരിച്ചവരെ കണ്ടിട്ട് നമുക്ക് പറയാവുന്ന ഏറ്റവും വലിയ പ്രശംസാവാചകം എന്താ? എൻ്റെ അച്ഛൻ ഉറങ്ങിക്കിടക്കുമെന്ന് തോന്നത്തുള്ള അച്ഛ. അതിൽ കൂടുതൽ വലിയ പ്രശംസ അവസാനമായിട്ട് പറയാവുന്നൊരു പ്രശംസാവാചകം ഉറങ്ങിക്കിടക്കുക എന്നേ തോന്നത്തുള്ള അച്ഛ. അതുകൊണ്ട് ഈ ഉറങ്ങുന്നവനും മരിച്ചവനും തമ്മിൽ ഒരു വ്യത്യാസവും. അതുകൊണ്ട് ഈ 4 ഗ്രൂപ്പിൽ ഏതേലും ഒന്നാണ് നമ്മൾ. നിൽക്കുന്ന ഞാനും ഇരിക്കുന്ന നിങ്ങളും ഈ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ്. നർത്തമാകാരാണല്ലോ. അതുകൊണ്ട് ഈ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ്. അത് ഏതൊക്കെയാണെന്ന് അവരവർ തന്നെ. അടുത്തിരിക്കുന്നവർ ഏത് ഗ്രൂപ്പാണെന്ന് നമുക്കറിയാം, അത് വേണ്ട. അവരവരുടെ കാര്യം നിശ്ചയിക്കും, ഞാൻ ഏത് ഗ്രൂപ്പാണ്. അതുകൊണ്ട് ഈ ഗ്രൂപ്പൊക്കെ ഒന്ന് മാറി ഈ 4ാം ഗ്രൂപ്പിലേക്ക്, ഉടുപ്പ് മലിനമാകാതെ സൂക്ഷിക്കുന്ന വിശുദ്ധരുടെ കൂട്ടത്തിലേക്ക് നമ്മൾ വളരണം. 1മത്തെ കൂട്ടരാണ് മരിച്ചവർ. ആരാണ് മരിച്ചവർ? യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായം 9-ാമത്തെ വാക്യം. യെഹെസ്കേൽ 37:9. വായിച്ചു. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ശ്വാസമേ നീ 4 കാറ്റുകളിൽ നിന്ന് വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. നിഹതന്മാർ എന്ന് പറഞ്ഞാൽ മരിച്ചവരെന്നാണ്. യെഹെസ്കേൽ പ്രവചനം. ബാബേൽ പ്രവാസകാലത്തെ പ്രധാന പ്രവാചകനാണ് യെഹെസ്കേൽ പ്രവാചകൻ. ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിലെ ഇരുണ്ട കാലഘട്ടം എന്നാണ് ബാബേൽ പ്രവാസം, ബാബിലോണ്യ പ്രവാസം അറിയപ്പെടുന്നത്. ഇസ്രായേൽ ചരിത്രത്തിൽ പ്രധാനമായി 2 പ്രവാസങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് മിസ്രൈമ്യ പ്രവാസം, മറ്റൊന്ന് ബാബേൽ പ്രവാസം. മിസ്രൈമ്യ പ്രവാസത്തേക്കാൾ വേദനാജനകമായിരുന്നു ബാബേൽ പ്രവാസം. കാരണം മിസ്രൈമ്യ പ്രവാസത്തിൽ അവരാബാലവൃദ്ധം ഒന്നടങ്കം ആ ജനത മുഴുവൻ അടിമത്തത്തിലായിരുന്നു. എന്നാൽ ബാബേൽ പ്രവാസത്തിലാകട്ടെ ചോരയും നീരുമുള്ള ചെറുപ്പക്കാരെ മാത്രമേ രാജാവ് പിടിച്ചു കെട്ടിക്കൊണ്ടുപോയുള്ളൂ. വിരഹവേദന അനുഭവിച്ച ഒന്നാണ് ബാബേൽ പ്രവാസം. വയോധികരായ മാതാപിതാക്കളെ സ്വന്തം നാട്ടിൽ ഉപേക്ഷിച്ചിട്ട് ചെറുപ്പക്കാരെയൊക്കെ പിടിച്ചു കെട്ടിക്കൊണ്ടുപോയതാണ് ബാബേൽ പ്രവാസം.
ആ ബാബേൽ പ്രവാസി പിടിച്ചു കെട്ടിക്കൊണ്ടുപോയ ചിലരുടെ പേരൊക്കെ നമുക്കറിയാം. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, ദാനിയേൽ എന്നൊക്കെ പറഞ്ഞ ചെറുപ്പക്കാർ അന്ന് ബാബിലോണ്യ രാജാവ് പിടിച്ചു കെട്ടിക്കൊണ്ടുപോയവരാണ്. അപ്പോൾ മാതാപിതാക്കളെക്കുറിച്ചുള്ള വേദനയോടെ അന്യനാട്ടിൽ ജീവിച്ചവരാണ്. മാത്രമല്ല, അവരെ പിടിച്ചു കെട്ടിക്കൊണ്ട് പോയപ്പോൾ രാജാവ് എന്താ ചെയ്തത്? അവിടെ ചെന്ന് രാജാവിനെ ആരാധിക്കാനായിട്ട് പറഞ്ഞു. അവരുടെ ഭക്ഷണം മാറി, അവരുടെ വിഗ്രഹാർപ്പിതമായ ഭക്ഷണം കഴിക്കേണ്ടി വന്നു. അവരുടെ സംസ്കാരം മാറി, പേര് മാറി. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ന് പറയുന്ന പേര് അവരുടെ മാതാപിതാക്കളിട്ട പേരല്ല. അന്യനാട്ടിൽ ചെന്നപ്പോൾ അന്യദേവനെ പ്രകീർത്തിക്കുന്ന പേര് വരെ ഇടേണ്ടതായിട്ട് വന്നു. അവരുടെ അന്നത്തെ സ്ഥിതിയെക്കുറിച്ച്, മരിച്ച അവസ്ഥയെക്കുറിച്ച് 137 സങ്കീർത്തനത്തിൻ്റെ ആദ്യ വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. ബാബേൽ നദിയുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. ഞങ്ങളുടെ കിന്നരങ്ങളെ അടുത്ത് കണ്ട അലർവൃക്ഷങ്ങളിന്മേൽ തൂക്കിയിട്ടു. ഞങ്ങളെ ബദ്ധരായി കൊണ്ടുവർ യഹോവയുടെ ഗീതം പാടാൻ പറഞ്ഞു. ഞങ്ങളെങ്ങനെയാണ് യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത്? അങ്ങനെ പാട്ടില്ലാതെ, ആരാധനയില്ലാതെ, ദൈവത്തെ മറന്ന് അതും കഴിച്ച് ഇതും കഴിച്ച് ജീവിക്കുന്ന, സംസ്കാരം മാറി പേരും മാറി ജീവിക്കുന്നവരെ വേദപുസ്തകം വിളിക്കുന്നത് മരിച്ചവരെന്നാണ്. നമ്മൾ ഏത് നാട്ടിൽ ചെന്നാലും നമ്മുടെ ഐഡൻറ്റിറ്റി സൂക്ഷിക്കും. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, യൂസഫ് ഇബ്രാഹിമിനെ കുറിച്ച് പറഞ്ഞല്ലോ. അല്പസ്വല്പ ലാഭത്തിന് വേണ്ടി പേരും മാറി നാളും മാറി ഐഡൻറ്റിറ്റി കളഞ്ഞ് ജീവിക്കുന്നവൻ ക്രിസ്ത്യാനിയല്ല. തല പോയാലും എന്താ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ ഒക്കെ പറഞ്ഞ എന്താണ്? രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിവുണ്ട്. അവൻ ഞങ്ങളെ വിടുവിച്ചില്ലെങ്കിലും നീ വെച്ച വിഗ്രഹത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഇതായിരിക്കണം നമ്മുടെ വിശ്വാസം. അല്ലാത്ത അവസ്ഥ മരിച്ച അവസ്ഥയാണ്, ദൈവത്തെ ഒറ്റിക്കൊടുക്കുന്ന അവസ്ഥയാണ്. കർത്താവിൻ്റെ പത്രങ്ങളായി ജീവിക്കണമെന്നാണ് നമ്മളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഏതാനും 2017 തോന്നുന്നു ലോകമെമ്പാടും വ്യാപിച്ച ഒരു വാട്സപ്പ് സന്ദേശമാണ്. അത് വടക്കൻ യമനിൽ ISIS ഭീകരർ 23 ക്രിസ്തീയ യുവാക്കളെ വെടിവെച്ച് കുഴിയിലേക്ക് മറിക്കുന്ന സ്പീക്കർ നിങ്ങൾ കണ്ടു കാണും. അവർ ക്രിസ്ത്യാനികളാണ് എന്നുള്ളതുകൊണ്ട് മാത്രം ഈജിപ്തിൽ നിന്ന് വടക്കൻ യമനിൽ തൊഴിലിന് വേണ്ടി വെറും തീരെ താഴ്ന്ന ജോലിക്ക് വേണ്ടി പോയാണ്. വലിയ ഉയർന്ന ജോലിയൊന്നുമല്ല, മൺപണി ചെയ്യാനായിട്ട് ഈജിപ്തിൽ നിന്ന് പിടിച്ചു കെട്ടിക്കൊണ്ടുപോയ കോപ്റ്റിക് ചർച്ച് യുവാക്കളാണ്, കോപ്റ്റിക് ഓർത്തഡോക്സ് ചർച്ചുകാരാണ്. അവർ ക്രിസ്ത്യാനികളാണ് എന്നതുകൊണ്ട് മാത്രം ISIS ഭീകരർ അവരെ വധിക്കാൻ പിടിച്ചു. 23 പേരെ നിരത്തി നിർത്തി കൈകെട്ടി വെടിവെച്ച് കുഴിയിലിട്ടിടുകയാണ്. ഭീകരമായ ദൃശ്യം. ഏറ്റവും ഭയങ്കര കാര്യം എന്താണെന്നറിയാമോ? അതിൽ 22 പേര് മാത്രമേ ക്രിസ്ത്യാനികളുണ്ടായിരുന്നുള്ളൂ. 23ാമൻ ക്രിസ്ത്യാനിയായിരുന്നില്ല, ഇസ്ലാമാണ്, ഇസ്ലാം മതവിശ്വാസിയാണ്. അവനോട് ചോദിച്ചു, നീ എന്തിനാ മരിക്കുന്നേ? നീ മാറി നിൽക്ക്. അവൻ എന്തോ പറഞ്ഞെന്നറിയാമോ? എൻ്റെ ഈ സഹോദരന്മാരുടെ ദൈവമാണ് എൻ്റെ ദൈവം, ഇവരുടെ ദൈവമാണ് എൻ്റെ ദൈവം, ഇവരോട് മരിക്കാൻ ഞാൻ തയ്യാറാണ്. ഈജിപ്തിൽ നിന്നും പട്ടിണിക്കാരായ ചെറുപ്പക്കാർ വടക്കൻ യമനിൽ കൂലിപ്പണിക്ക് പോയി. ഞാൻ പറഞ്ഞല്ലോ, അവരുടെ വൈറ്റ് കോളർ ജോബൊന്നുമല്ല. അതിഭയങ്കരമായ കാലാവസ്ഥയിൽ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ജീവിച്ചപ്പോൾ അവർ യേശുവിൻ്റെ സാക്ഷികളായിട്ട് ജീവിച്ചു. അതുകൊണ്ടാണ് അന്യമതത്തിൽപ്പെട്ട ചെറുപ്പക്കാരൻ അവരോട് മരിക്കാൻ ഞാനും തയ്യാറാണ്, ഇവരുടെ ദൈവമാണ് എൻ്റെ ദൈവം. പ്രിയപ്പെട്ടവർ, ഇതിനു വേണ്ടിയാണ് ദൈവം നമ്മളെ നിയോഗിക്കുന്നത്. നമ്മുടെ ദൈവം ആരെന്ന് അവർ ചോദിക്കത്തക്കവണ്ണം നമ്മുടെ ജീവിതം. നമ്മൾ അങ്ങനല്ല. നമ്മൾ ഏത് നാട്ടിൽ ചെന്നാലും അതിനെ ഒപ്പിച്ചങ്ങ് ജീവിച്ചു. അവരെക്കാട്ടി താഴ്ന്ന അവസ്ഥയിൽ ജീവിക്കുകയാണ്. അതാണ് നമുക്ക് പറ്റിയ വലിയ പ്രശ്നം. ഇങ്ങനെ ജീവിക്കാനാണോ ദൈവം നമ്മളെ ഈ ലോകത്തിലാക്കിയത്? സഭയെ ലോകത്ത് നിയോഗിച്ചത്, ദൈവം സഭയെ ലോകത്ത് നിയോഗിച്ചത് ലോകത്തെ നന്നാക്കാനാണ്. ലോകത്തെ നന്നാക്കാൻ, ലോകത്തിന് മാതൃകയായിട്ടാണ് ദൈവം സഭയെ ലോകത്ത് നിയോഗിച്ചത്. പക്ഷേ ഇന്ന് ലോക നിലവാരത്തേക്കാൾ താഴ്ന്ന അവസ്ഥയിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. അതിന് പേരും മാറി നാളും മാറി ദൈവത്തെ മറന്ന് ജീവിക്കുന്നവരെ വേദപുസ്തകം വിളിക്കുന്നത് മരിച്ചവരെന്നാണ്. അപ്പോൾ പ്രവാചകനോട് പറയാണ്, കാറ്റിനോട് പ്രവചിക്കുക. കാറ്റ് പരിശുദ്ധ റൂഹ. ഇങ്ങനെ മരിച്ചവരെ എന്ത് ചെയ്യണമെന്നാണ്? എഴുതി തള്ളണമെന്നല്ല. കാറ്റേ നീ വീശുക, പരിശുദ്ധാത്മാവേ നീ പ്രവർത്തിക്കുക. ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. പരിശുദ്ധാത്മാവാണ് സുബോധം വരുത്തുന്നത്. എവിടെ കിട്ടും പരിശുദ്ധാത്മാവിനെ?
പരിശുദ്ധാത്മാവിനെ മൊത്തമായും ചില്ലറയായും വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ ചെന്ന് കന്നാസി കന്നാസി അവിടെ നിന്ന് വരുന്ന വെള്ളം കൊണ്ടുവച്ചാൽ പാറ്റ പോലും കയറത്തില്ല. പരിശുദ്ധാത്മാവിനെ ചോറ്റുപാത്രത്തിൽ അടച്ചു കൊണ്ടുവരാനൊക്കത്തില്ല. പരിശുദ്ധാത്മാവിനെ ഇങ്ങനെ തൂവാലെ കയറ്റിത്തരാനൊക്കത്തില്ല. പരിശുദ്ധാത്മാവിനെ പേനായി കയറ്റിത്തരാനൊക്കത്തില്ല. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് സഭയിലാണ്. സഭയെന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളുമാണ്. നമ്മളിലാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കേണ്ടത്. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ ജോലി എന്താണ്? പരിശുദ്ധാത്മാവ് എന്താ ജോലി? മിണ്ടാതിരിക്കുന്നതാണ്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. മറ്റുള്ളവർ സുബോധം വരുത്തുന്ന ജോലിയാണ് പരിശുദ്ധാത്മാവിൻ്റെ ജോലി. ആ സുബോധം വരുത്തുന്ന പ്രക്രിയയിൽ നമ്മൾ പങ്കാളികൾ. അതാ സഭയുടെ ജോലി. അതാണ് സുവിശേഷ വേല. ആ വലിയ ദൗത്യമാണ് സഭയെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാതുള്ള രക്ഷാദൂത് അറിയിപ്പാനുള്ള ഭാഗ്യം ലഭിച്ചെനിക്ക്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ പദവി എന്താണെന്ന് ചോദിച്ചാൽ സുവിശേഷം പറയാനായിട്ടൊരു അവസരമാണ്. നിങ്ങൾ വലിയ കാര്യമൊന്നും ചെയ്യണ്ട. ഈ സുവിശേഷം പ്രചരിപ്പിക്കാനായിട്ടുള്ള അവസരം. ഞാൻ കോട്ടയം സെമിനാരിയിലാണ് BD-ക്ക് പഠിച്ചത്. അതിനുശേഷം ഞാൻ സൗത്ത് കൊറിയയിലൊക്കെ പഠിക്കാൻ പോയി തിയോളജിയൊക്കെ. BD-ക്ക് കോട്ടയത്ത് പഠിച്ചുകൊണ്ടിരിക്കും. 79 to 82 ആണ് എൻ്റെ ബാച്ച്. ഞാൻ കോളേജ് സെമിനാരി പഠിക്കുന്ന കാലത്ത് എനിക്കൊരു പ്രത്യേക ചുമതലയുണ്ടായിരുന്നു. കോട്ടയം മാർത്തോമ സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ. മാർത്തോമ സ്റ്റുഡൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായൊരു സംഘടനയായിരുന്നു അന്ന് കോട്ടയത്ത്. കോട്ടയത്തെ എല്ലാ കോളേജുകളിലും അതിൻ്റെ യൂണിറ്റ് ഉണ്ടായിരുന്നു. ബെസേലിയോസ്, BCM, CMS, ഗവൺമെൻറ് കോളേജ്, മൗണ്ട് കാർമൽ ട്രെയിനിങ് കോളേജ്, മെഡിക്കൽ കോളേജ്, അവിടെയൊക്കെ ഉണ്ടായിരുന്നു. സെമിനാരിയിൽ നിന്നുള്ള സെക്രട്ടറി ഞാനായിരുന്നു, 2ാം വർഷവും 3ാം വർഷവും. അപ്പോൾ ആ കോളേജുകളിൽ ക്ലാസ് എടുക്കാനായിട്ട് ഞാൻ പോകും ചിലപ്പോൾ, അല്ലെങ്കിൽ അച്ഛന്മാരെയും കൊണ്ട് ഞാൻ പോകും. ബെസേലിയോസ് കോളേജിലെ യൂണിറ്റ് മനോരമയുടെ ഗസ്റ്റ് റൂമിലായിരുന്നു നടക്കുന്നത്. കോളേജ് അനുവദിക്കാത്തതുകൊണ്ട് മനോരമയുടെ ഗസ്റ്റ് റൂമിൽ വെച്ചായിരുന്നു. 30 കുട്ടികൾ വരുമായിരുന്നു. സ്ഥിരമർത്തമാക്കാരുണ്ട്, ഓർത്തഡോക്സുകാരുണ്ട്, ഹിന്ദുക്കളായ കുഞ്ഞുങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. ഒരു ദിവസം ഞാൻ അവിടെ പോയപ്പോൾ എന്നോട് 2 കുട്ടികൾ വന്ന് പറഞ്ഞു. ഒന്ന് മർത്തോമാക്കാരൻ, ഒന്ന് ഓർത്തഡോക്സുകാരൻ. പ്രീ ഡിഗ്രിക്കാരാണ്. അന്ന് പ്രീ ഡിഗ്രി കോളേജിലാണ്. സാറേ, കഴിഞ്ഞ ദിവസം ഒരു സംഭവം നടന്നു. ഞാൻ എന്താ മക്കളെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഇൻ്റർവെൽ സമയത്ത്, പ്രീ ഡിഗ്രി കുട്ടികളാണ്, ഞങ്ങൾ ഇൻ്റർവെൽ സമയത്ത് മനക്ലേശ തരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ തിരുക്കരം നീട്ടിയെടുത്തണച്ചു ഭയപ്പെടേണ്ട എന്നുരച്ചവൻ. ഈ പാട്ട്, ഈ സ്റ്റാൻസ വെറുതെ താളമടിച്ച് ഡെസ്കേലടിച്ചു. അന്ന് ഇത് ഇറങ്ങിയിടെയാണ്. അന്നത്തെ ചെത്തുപാട്ടാണ് അടവിത്തെരുക്കൽ. അപ്പോൾ അന്ന് ഞങ്ങളിങ്ങനെ താളമടിച്ച് പാടി ഇൻ്റർവെൽ സമയത്ത്. വെറുതെ പാടിയതാണ്, രസം. പ്രീ ഡിഗ്രി വിദ്യാർത്ഥികളാണ്. ഞങ്ങളിങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ BA-ക്ക് പഠിക്കുന്ന, അടുത്ത മലയാളം BA-ക്കാന്നോ അടുത്ത് പഠിക്കുന്ന ഒരു ചേച്ചി ഓടി വന്ന് ഞങ്ങളോട്, നിങ്ങൾ ആരുടെ കാര്യമാണ് പാടിയതെന്ന് ഞങ്ങളോട് ചോദിച്ചു. നിങ്ങൾ ആരുടെ കാര്യമാണ് പാടിയത്? ഞങ്ങളങ്ങ് പകച്ചുപോയി. ആ പെൺകുട്ടി വീണ്ടും ചോദിച്ചു, നിങ്ങൾ ആരുടെ കാര്യമാണ് പാടിയത്? ആരാണ് മനക്ലേശ തരംഗങ്ങൾ വരുമ്പോൾ സഹായിക്കുന്നത്? ഞാൻ പള്ളിക്കത്തോട്ടുകാരിയാണ്. ഇന്നും അടുത്ത വീട്ടിൽ നിന്ന് 1 രൂപ കടം വാങ്ങിച്ചാണ് ഞാൻ കോളേജിൽ പഠിക്കാൻ വന്നിരിക്കുന്നത്. 30 പൈസ ഇങ്ങോട്ടും 30 പൈസ അങ്ങോട്ടും. എനിക്ക് മനക്ലേശമേ ഉള്ളൂ. എനിക്ക് അച്ഛനില്ല. എൻ്റെ അമ്മയാണ് എനിക്ക് എൻ്റെ 2 അനിയത്തിമാരുണ്ട്. ഞങ്ങളെ പോറ്റുന്ന അടുത്ത വീട്ടിലെ ആളുകളുടെ തുണി നനച്ചു കൊടുത്താണ് ഞങ്ങളുടെ അമ്മ എന്നെ പോറ്റുന്നത്. ഞങ്ങളുടെ മനക്ലേശം മാറ്റാൻ യേശുവിന് സാധിക്കുമോ? ആ കുട്ടികളോട് ചോദിച്ചു. അവരങ്ങ് പകച്ചു. അവർ പറഞ്ഞു, ചൊവ്വാഴ്ച ഞങ്ങളുടെ ഒരു സാറ് വരും, അപ്പം സംസാരിക്കാമെന്ന് പറഞ്ഞു. ആ പെൺകുട്ടിയെ കൊണ്ടാണ്, BA-ക്ക് പഠിക്കുന്ന പെൺകുട്ടിയെ കൊണ്ടാണ് അടുത്ത ചൊവ്വാഴ്ച ഈ കുഞ്ഞുങ്ങൾ വന്നത്. ക്ലാസ് കഴിഞ്ഞപ്പോൾ, ആ പെൺകുട്ടി ക്ലാസ്സിലിരുന്ന ക്ലാസ് കഴിഞ്ഞപ്പോൾ അവരെന്നോട് സംസാരിച്ചു. പിന്നെയും വന്നുകൊണ്ടിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ആ പെൺകുട്ടി ഒരു ക്രിസ്തീയ വിശ്വാസിയായി എന്ന് മാത്രമല്ല, അവളൊരു ഹൈസ്കൂൾ അധ്യാപികയായി കഴിഞ്ഞപ്പോൾ വലിയ സുവിശേഷ പ്രസംഗയായി. മർത്തമ്മ സഭയിലല്ല, മറ്റൊരു സഭയിലാണ്. അവളെവിടെ പ്രസംഗം ആരംഭിച്ചാലും പറഞ്ഞെന്നറിയാമോ? ഞാൻ യേശുവിനെ കണ്ടത് ബെസേലിയസ് കോളേജിലെ പ്രീ ഡിഗ്രി ക്ലാസ് മുറി വെച്ചാണെന്നാണ്. വലിയ കാര്യം വല്ലതും ചെയ്തോ? ഒരു സ്റ്റാൻസ, ഒരു പാട്ടിൻ്റെ ഒരു യേശു നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ സാധിച്ചാൽ അവിടെ അത്ഭുതം നടക്കും. അതാണ് നമ്മുടെ ചുമതല. അതാണ് പരിശുദ്ധാത്മാവ്.
നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കേണ്ടവരല്ല. ദൈവാത്മാവിൽ നിറയപ്പെട്ടവരാണെങ്കിൽ ഈ കർത്താവിനെ നമ്മൾ സാക്ഷിക്കും. പരിശുദ്ധാത്മാവേ നീ വീശണമേ, നീ കാറ്റിനോട് പ്രവചിക്കുക, ഈ ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കുക. അപ്പോൾ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ ദൈവാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാവുകയും ആ അസ്ഥികളുടെ താഴ്വര ജീവനുള്ള ദേഹികളായി മാറുകയും ചെയ്തു. അതാണ് പരിശുദ്ധാത്മാ പ്രവർത്തനം. ഒരു കാലത്ത് ഇങ്ങനെ മലങ്കര സഭയിൽ നാശോന്മുഖമായ അവസ്ഥയിലെത്തിയിരുന്നു മലങ്കര സഭ. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ട് മാത്രം ജീവിക്കുന്ന, സുവിശേഷവുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു അവസ്ഥയായിരുന്നു മലങ്കര സഭയിൽ. ആ കാലത്താണ് നവീകരണത്തിൻ്റെ കാറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് മലങ്കര സഭയിൽ വീശിയത്. അങ്ങനെയാണ് മലങ്കര സഭ നവീകരിക്കപ്പെട്ടത്, മാർത്തോമാ സഭയായി നമ്മൾ തീർന്നത്. ആ ഒരു വലിയ ശക്തി നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് സുവിശേഷത്തെക്കുറിച്ച് നമുക്കൊരു താല്പര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഇതുപോലൊരു പള്ളിയിൽ നിന്ന് എത്ര ആളുകൾ സുവിശേഷത്തിന് വേണ്ടി എഴുന്നേൽക്കേണ്ടതാണ്? നിങ്ങൾക്ക് അങ്ങനെ യാതൊരു താല്പര്യവുമില്ല, അത് നിങ്ങളുടെ ഒരു ചുമതലയാണെന്നൊരു ബോധമില്ലാത്ത എന്താണ്? യേശു നിന്നെ സ്നേഹിക്കുന്നു പറയുവാനായിട്ട് നമുക്ക് ആളുകൾ വേണ്ടേ? ഇവിടെ പറയുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ, അവിടെ ദൈവാത്മാവിൻ്റെ പ്രവർത്തനമുണ്ടായാൽ പരിശുദ്ധ റൂഹ അവിടെ വീശിയപ്പോൾ അവർ ജീവനുള്ള ദേഹികളായി മാറി. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പിതാവിൻ്റെ അനുഭവമൊക്കെ ഞാൻ പറഞ്ഞാണ്. കേൾക്കാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടെ പറയാണ്. ഹൈന്ദവ സമുദായത്തിൽ ജനിച്ചു വളർന്ന തകർച്ചയുടെ നെല്ലിപ്പലകയിലെത്തിയ ഒരു കുടുംബത്തിലെ അംഗമാണ് ഞാൻ. തകർച്ചയുടെ നെല്ലിപ്പലകയിൽ എന്നോട് ഇന്ന് ഡോക്ടർ ചോദിച്ചു, എങ്ങനെയാണ് പിതാവ് രക്ഷപ്പെട്ടതെന്ന്. ഞാൻ പറഞ്ഞു, രക്ഷപ്പെട്ടേ ഒക്കുമായിരുന്നു, ആ അവസ്ഥയിലെത്തിയതുകൊണ്ടാണെന്ന് പറഞ്ഞു. തകർന്ന് തരിപ്പണമായി, കുടിച്ച് നശിച്ച് തകർന്ന അവസ്ഥയിലെത്തിയപ്പോഴാണ് ദൈവാത്മാവിൻ്റെ ക്ഷണം അദ്ദേഹത്തിന് ലഭിച്ചത്. യേശു നിന്നെ സ്നേഹിക്കുന്നു, നിറച്ച് മദ്യപിച്ചിട്ട് നിൽക്കുകയായിട്ടും യേശു നിന്നെ സ്നേഹിക്കുന്നു എന്ന സുവിശേഷം പറഞ്ഞപ്പോൾ അത് അമൃത വാക്കുകളായി അദ്ദേഹത്തിലേക്ക് പ്രവേശിച്ചു. സന്ധിമജകളെ തുളച്ചു കയറും ദൈവത്തിൻ്റെ വചനം, കരിമ്പാറ തകർക്കുവാൻ കെൽപ്പുള്ള ചുറ്റിയായ ദൈവത്തിൻ്റെ വചനം എൻ്റെ പിതാവിനെ കീഴ്പ്പെടുത്തി. ആ യേശു നിന്നെ സ്നേഹിക്കുന്നുള്ള സന്ദേശം, മദ്യപാനിയെ സ്നേഹിക്കുന്നവനായ യേശുവിനെ കുറിച്ച് പറയാതെ എങ്ങനെ കേൾക്കുന്നേ? കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കുന്നത്? അതുകൊണ്ടാണ് എനിക്കിന്നിവിടെ ഒന്നും പ്രസംഗിക്കാനൊത്തത്. ഈ മനോഹരമായ ദേവാലയത്തിൽ, ബോംബെ മഹാനഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയത്തിൽ വന്നുകൊണ്ട് എനിക്ക് പ്രസംഗിക്കാനുള്ള അവകാശം എൻ്റെ BA BD ഒന്നുമല്ല. യേശു എൻ്റെ പിതാവിനെ വിളിച്ചു എന്നുള്ളതാണ്. യേശു എന്നെ വിളിച്ചു എന്നുള്ളതാണ്. ആ സുബോധം തങ്ങൾക്ക് നൽകി എന്നുള്ളതാണ്. ഈ യേശുവിൻ്റെ സ്നേഹം എങ്ങനെ പറയാതിരിക്കും? ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ 5 പേരുണ്ട് മാർത്തോമാ സഭയിലെ സുവിശേഷ പ്രസംഗകർ. അടുത്ത തലമുറയെ ഞങ്ങൾ അതിനുവേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ 2 മക്കളെയും ഞങ്ങൾ സുവിശേഷ വേലയ്ക്ക് സമർപ്പിച്ചു. ഞങ്ങളുടെ ഇളയ മകനെ BDക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ് അവൻ പോകാതിരുന്നത്. കാരണം ഞങ്ങൾക്ക് ഇതിനപ്പുറം ഒരു ജീവിതമില്ല. ആ ജീവൻ നൽകുന്ന സുവിശേഷം എങ്ങനെ പങ്കുവെക്കാതിരിക്കും? ഞാനൊരിക്കൽ ഡൽഹി ഭദ്രാസനത്തിൻ്റെ കൺവെൻഷൻ കഴിഞ്ഞ് അവിടെ നിൽക്കുമ്പോൾ ഞായറാഴ്ച സമാപന ദിവസം സെൻറ്റ് ജോൺസ് ഗ്രൗണ്ടിലായിരുന്നു അന്ന്, സ്കൂൾ ഗ്രൗണ്ടിൽ. ഒരാൾ എന്നെ കാണണമെന്ന് പറഞ്ഞു. അദ്ദേഹം എന്നോട് ചോദിച്ചു, അച്ഛൻ എന്നെ അറിയുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അറിയത്തില്ല, അച്ഛൻ എന്നെ അറിയത്തില്ല. അദ്ദേഹം പറഞ്ഞു, അച്ഛൻ BAക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ പള്ളിയിലെ ഒരു യുവജന സിഖ്യത്തിൻ്റെ അംഗത്തിൻ്റെ വീട്ടിൽ നടന്ന കോട്ടേജ് ഫെലോഷിപ്പിന് അച്ഛൻ പ്രസംഗിക്കാൻ വന്നു. ഞാൻ അച്ഛനൊന്നുമല്ല, BAക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്, 1ാം വർഷ BAക്ക് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. അച്ഛൻ അന്ന് യുവജന സിഖ്യത്തിന് മീറ്റിങ്ങിന് പ്രസംഗിക്കാൻ വന്നു. അവൻ എൻ്റെയും കൂട്ടുകാരനായിരുന്നുകൊണ്ട് എന്നെയും വിളിച്ചിരുന്നു. അദ്ദേഹം പറയാണ്, ഡൽഹിയിൽ നിന്ന് അവധിക്ക് വന്നാണ് അദ്ദേഹം. എന്നെയും വിളിച്ചിരുന്നു. എന്നോട് പറയാണ്, പിന്നെ കരഞ്ഞോണ്ടാ പറഞ്ഞേ, അച്ഛാ ഞാനന്ന് അവിടെ പ്രാർത്ഥനയ്ക്ക് വന്ന് നിറച്ച് മദ്യപിച്ചിട്ടാണ് ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് വന്നത്. അച്ഛൻ പ്രസംഗം തുടങ്ങി. ഞാൻ പറഞ്ഞാൽ വലിയ പ്രസംഗനൊന്നുമല്ല, ഞാൻ BAക്ക് 1ാം വർഷം പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ഒരു എന്നെക്കാട്ടി ജൂനിയറായ ഒരു ചെറുപ്പക്കാരൻ, അത് മറ്റൊരു സമുദായത്തിൽ ജനിച്ച് വളർന്ന ഒരു ചെറുപ്പക്കാരൻ നിന്നുകൊണ്ട് യേശുവിനെ സാക്ഷിക്കുന്ന കണ്ടപ്പോൾ എനിക്കെൻ്റെ ചങ്ക് പൊട്ടി. അയാൾ പറയാണ്, എനിക്കവിടെ ഇരിക്കാനൊത്തില്ല, എനിക്കങ്ങ് ശ്വാസം മുട്ടി, എനിക്കങ്ങ് പാപഭാരം എനിക്ക് വല്ലാതെ എന്നെ അങ്ങ് അലട്ടി. നിറകണ്ണുകളോട് എന്നോട് പറയണം, അച്ഛാ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് ഒരു തീരുമാനത്തോടുകൂടിയാണ്.
എൻ്റെ ആയുസ് ഞാൻ കർത്താവിന് വേണ്ടി സമർപ്പിക്കുന്നു. അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ കരഞ്ഞ് എൻ്റെ പാപമെല്ലാം ദൈവസേനയിൽ ഏറ്റു പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഒരു പുതിയ സൃഷ്ടിയായിട്ടാണ് ഇറങ്ങി തിരിച്ചത്. ഞാൻ തിരിച്ച് ഡൽഹിയിൽ വന്ന് എൻ്റെ ജോലി രാജിവെച്ചു. ഞാനിന്നൊരു സുവിശേഷകനാണ്, സുവിശേഷ പ്രവർത്തകനായിട്ട്. അന്നു മുതൽ ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കാനായിട്ട് തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും ജോലി രാജിവെച്ച് സുവിശേഷ വേലയ്ക്ക് പോകണമെന്നല്ല ഞാൻ. അങ്ങനെ വിളിച്ചാൽ തീർച്ചയായിട്ടും പോകണം, മണ്ടത്തരമൊന്നുമല്ല, പോകണം. അതിനെക്കാട്ടി വലിയ ജോലി എന്താ ഉള്ളത്? അതിനെക്കാട്ടി വലിയ ഭാഗ്യം എന്താ ഉള്ളത്? അദ്ദേഹം പറയാണ്, ആ മുറിയിൽ ഇരുന്നു കൊണ്ട് ഞാൻ എൻ്റെ പാപം ഏറ്റു പറഞ്ഞൊരു പുതിയ മനുഷ്യനായിട്ടാണ്. പ്രിയപ്പെട്ടവരെ, ഈ രാത്രി ദൈവം നിങ്ങളെ വിളിക്കുന്നു. പാപത്തിൻ്റെ ഭാരത്താൽ വലയുന്നവരുണ്ടെങ്കിൽ, രഹസ്യ പാപം കൊണ്ട് വിളയാടുന്നവരുണ്ടെങ്കിൽ, എങ്ങനെയെങ്കിലും ഈ പാവഭാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് നിങ്ങൾ പ്രവർത്തിക്കട്ടെ. എന്തൊക്കെയാണ് പാപങ്ങൾ ഏറ്റുപറയണമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ തോന്നിക്കുന്നുവെങ്കിൽ, ഓർപ്പിക്കുന്നുവെങ്കിൽ, ഇരിക്കുന്ന അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് പാപം ഏറ്റുപറഞ്ഞ് പുതിയൊരു ജീവിതത്തിനായി നിങ്ങൾ ഇവിടം വിട്ടിറങ്ങണം. സുബോധമുള്ളവർ പാപബന്ധിതരായി ജീവിക്കുമോ? മുടിയൻ പുത്രന് സുബോധം വന്നു. അപ്പോഴവന് സുബോധം വന്നു. എപ്പോൾ? തകർന്ന് തരിപ്പണമായി പന്നിക്കൂട്ടത്തിലിരിക്കുമ്പോൾ പന്നിയുടെ ഭക്ഷണം പോലും കിട്ടാനില്ലാത്ത അവസ്ഥ വന്നപ്പോൾ, തകർന്ന് തരിപ്പണമായപ്പോൾ അവന് സുബോധം വന്നു. സുബോധം എന്നുള്ളതിൻ്റെ ലക്ഷണം എന്താണ്? അവൻ എഴുന്നേറ്റു. സുബോധം വരുമ്പോൾ നമ്മൾ ഇരിക്കുന്ന അവസ്ഥ എഴുന്നേക്കും. എന്നിട്ട് പറയാണ്, ഞാൻ പോകും. എങ്ങോട്ട് പോകും? ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോകും. അവനൊരു റിയലൈസേഷൻ, ഒരു തിരിച്ചറിവുണ്ടായി. ഞാൻ നശിക്കുകയാണ്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകർ തിന്ന് ശേഷിക്കുകയാണ്, ഞാൻ ഇങ്ങനെ ഇരിക്കേണ്ടവനല്ല. പ്രിയപ്പെട്ടവരെ, ആ സുബോധമാണ് നമുക്ക്. നമ്മൾ ഇങ്ങനെ ഇരിക്കേണ്ടവരാണോ? ഒരിക്കൽ ഒരു ഓണക്കാലത്ത് എന്നെ സന്ദർശിക്കുവാനായിട്ട് ഒരു അതിഥി വന്നു. അതിഥി വന്നത് സെൻട്രൽ ജയിലിൽ നിന്നാണ്. തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിന്ന് പരോളിൽ ഇറങ്ങിയ ഒരു മാർത്താമ്മക്കാരൻ യുവാവ് എന്നെ തിരക്കി വന്നു. വരാനൊരു കാര്യം, ഞാൻ അന്ന് ജയിലിൽ പോയിരുന്നു. കുഴപ്പമൊന്നും ചെയ്തിട്ടല്ല, ഞാനൊരു ധ്യാനം എടുക്കാനായിട്ട് പോയിരുന്നു സെൻട്രൽ ജയിലിൽ. CSI പള്ളി, അടുത്ത പള്ളി പ്രസംഗിക്കാൻ പോയപ്പോൾ അവിടുത്തെ സ്റ്റാഫിന് വേണ്ടി ഒരു ധ്യാനം എടുക്കാനായിട്ട് എന്നെ വിളിച്ചിരുന്നു. അങ്ങനെ ഞാനവിടെ ചെന്ന് പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ഈ ജയിൽ ഉള്ള ആള് അവിടുത്തെ സൂപ്പറിനോട് എൻ്റെ നമ്പർ വാങ്ങിച്ചിരുന്നു. അങ്ങനെയാണ് എന്നെ വിളിച്ച് വന്നു. എന്നോട് അദ്ദേഹം വന്ന് പറയുകയാണ്, അച്ചോ, ഞങ്ങളുടെ വീട്ടിൽ 5 ആൺമക്കളാണ്. എൻ്റെ ജ്യേഷ്ഠന്മാർ 4 പേരും കുടുംബങ്ങളും ന്യൂയോർക്കിലാണ്. ഞാൻ എവിടാണ്? ഞാൻ സെൻട്രൽ ജയിലിൽ. അദ്ദേഹം പറയാൻ, എനിക്ക് 36 കേസുണ്ട്. ഒരു പാസ്പോർട്ട് എടുക്കാൻ പോലും എനിക്കൊക്കത്തില്ല. എന്നെ കൊണ്ടുപോകാൻ വരാകുന്നേ നോക്കി. പക്ഷേ ഞാൻ സെൻട്രൽ ജയിലിൽ കിടക്കുകയാണ്. എന്തൊരു കഷ്ടമാണിത്! ഇതാണ് ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചൊരു ബോധ്യം. അതാണ് പരിശുദ്ധാത്മാവ് നൽകുന്നത്. അതുകൊണ്ട് എനിക്കതിൽ നിന്നൊരു വിമോചനം വേണം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്കൊരു സുബോധമുണ്ടാകും. ആ സുബോധം നമ്മളെ ശക്തിയായിട്ട് സ്വാധീനിക്കുമ്പോൾ നമ്മൾ എഴുന്നേൽക്കും. എഴുന്നേറ്റിട്ട് വേറൊരു വഴിയായിട്ട് അവൻ മുടിയമ്പുത്രൻ ദൂരദേശത്തേക്ക് പോയവനാണ്. ഇപ്പോൾ തിരിച്ചുള്ള യാത്ര ആരംഭിച്ചു. നമ്മൾ ഈ 2025 ഒരു മടക്കയാത്രയാകണം. ഈ ലോകം ഒരു പാലമാണ്. ഈ ലോകമാകുന്ന പാലത്തിലൂടെ അക്കരയ്ക്കും ഇക്കരയ്ക്കും ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആളുകൾ സുബോധമില്ലാതെ ദൂരദേശത്തേക്ക് പോകുന്നു. കുറേ പേര് സുബോധം വന്നവരായി മടക്കയാത്ര ചെയ്യുന്നു. എങ്ങോട്ടാണ് നമ്മുടെ യാത്ര? സുബോധം വന്നുവെങ്കിൽ എഴുന്നേറ്റ് പിതാവിൻ്റെ ഭവനത്തിലേക്ക് മടക്കയാത്ര ആരംഭിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാകുമ്പോൾ ഈ യാത്ര ആരംഭിക്കും. നമ്മളെല്ലാവരും, എനിക്ക് തോന്നുന്നു, ഡിസംബർ 31 തീരുമാനിച്ചതാണല്ലേ? ഇന്ന് എത്ര തീയതി? 4 ആയിരിക്കും. ഇന്നെങ്ങനെ ഇരിക്കുന്നു? 5 വരെയൊക്കെ നിൽക്കും. പിന്നെ നമ്മുടെ മാനസാന്തരം നീണ്ടു നിൽക്കുന്നില്ല. നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു കഥ അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം. അദ്ദേഹം അന്നേ പഠിക്കുന്നതൊക്കെ വലിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ്. വലിയ പണക്കാരനായിരുന്നല്ലോ മോട്ടിലാൽ നെഹ്റു. അദ്ദേഹം സായിപ്പന്മാരുടെ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അന്നേ സോക്സും ഷൂ ഒക്കെ ടൈയൊക്കെ ഉള്ള സ്കൂളിലാണ് അന്ന്. ഒരു മഴക്കാലത്ത് ഇദ്ദേഹം പറയാണ്, കൊച്ചു ക്ലാസ്സിൽ പഠിക്കും. മഴക്കാലത്ത് ഇദ്ദേഹം ക്ലാസ്സിൽ ചെന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സോക്സിന് ഭയങ്കര ദുർഗന്ധം. അപ്പോൾ ടീച്ചർ അത് കണ്ടുപിടിച്ചു, നെഹ്റുവിൻ്റെ സോക്സാണ്.
ദുർഗന്ധം. അപ്പോൾ അവനോട് പറഞ്ഞു പോയി കളഞ്ഞേച്ച് വരാൻ പറഞ്ഞു. വെളിയിൽ പോയി സോക്സ് ഊരി കളഞ്ഞേച്ച് വരാൻ പറഞ്ഞു. അവൻ പോയി കളഞ്ഞേച്ച് തിരിച്ചു വന്നു. പക്ഷെ ദുർഗന്ധം മാറുന്നില്ല. എന്താ പറ്റിയെന്ന് അറിയാൻ പോയിട്ട് വന്നേ ഉള്ളൂ. പക്ഷെ അത് ഊരി പോക്കറ്റിലിട്ടുകൊണ്ട് വരിക ചെയ്തു. നമ്മളും ഇതാണൊന്ന് മാനസാന്തരപ്പെട്ടുണ്ട്. പക്ഷെ അവൻ കളഞ്ഞോ എന്ന് ചോദിച്ചാൽ 5-ാം തീയതി അവൻ പിന്നെയും എടുത്ത് പോക്കറ്റ് ഇടാൻ വേണ്ടി മാറ്റി വെച്ചേക്കുക. ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവം. ഞങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയൊക്കെ മാനസാന്തരപ്പെട്ടപ്പോൾ വലിയ കോളിളക്കമായിരുന്നു കടമ്മനിട്ട കീക്കഴൂർ ഭാഗത്ത്. കാരണം അന്നൊരു നായർ ഫാമിലി, അത് നല്ലൊരു ഓർത്തഡോക്സ് നായർ ഫാമിലി ക്രിസ്ത്യനാകുക എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് വലിയ പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, അടിച്ചിറക്കി വിടുന്നു, വീടിന് തീ വെക്കുന്നു, ഇതെല്ലാം പ്രശ്നങ്ങളുണ്ടായത്. അന്ന് കടമ്മനിട്ട സെൻറ്റർ മാർത്തമ്മ യുവജന സഖ്യക്കാർ എൻ്റെ അപ്പച്ചനും അമ്മച്ചിക്ക് ഞങ്ങൾക്കൊരു സ്വീകരണം ഒരുക്കി. ഒരു സ്വീകരണം, കാരണം കൊച്ചു കാര്യമല്ലല്ലോ. അപ്പോൾ കല്ലേലി സ്കൂളിൽ നിന്ന് പള്ളിയിലോട്ടൊരു ഘോഷയാത്ര ക്രമീകരിച്ചവർ നോട്ടീസൊക്കെ അടിച്ചു വിട്ടു. സ്വീകരണം സ്കൂളിൽ നിന്ന് പള്ളിയിലേക്ക്. അതിന് വലിയ ഘോഷയാത്രയെ ക്രമീകരിച്ചപ്പോൾ ഞങ്ങളുടെ ആളുകൾ എന്ന് പറഞ്ഞു അങ്ങനെയൊന്നും സമ്മതിക്കത്തില്ല. ഞങ്ങളുടെ സ്വന്തക്കാർ അവർ പോയവർ പോയി പൊക്കോട്ടെ, പക്ഷേ ഇനി അത് വെച്ച് ഘോഷയാത്ര നടത്താനും ലാഭം ഉണ്ടാക്കാനും സമ്മതിക്കത്തില്ലെന്ന് തടയുമെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ യുവനസഖ്യക്കാർ പറഞ്ഞ എന്താണെന്നറിയോ? തൻ്റെ ഒരു കാര്യമുണ്ട്, കൃഷ്ണപിള്ളയും ദേവികമ്മയും മാത്രമേ മാനസാന്തരപ്പെടുള്ളൂ, ഞങ്ങളാരും മാനസാന്തരപ്പെട്ടവരല്ല, ഞങ്ങളോട് കളിക്കരുതെന്ന് അവർ പറയാം. ഞങ്ങളോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണമെന്ന്. ഇതാണ് മാനസാന്തരം. പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവേ നീ പ്രവർത്തിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഈ രാത്രി നമ്മുടെ ഒരു പ്രാർത്ഥനയായി തീരും. ഒരു പക്ഷേ നമ്മുടെ വീട്ടിൽ നിങ്ങളുടെ ആരെക്കുറിച്ചെങ്കിലും ഒരു മോചനം ആവശ്യമാണെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ സഹോദരനെ, എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കണമെന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ വലിയ രൂപാന്തരം ഉണ്ടാവും. രണ്ടാമത്തെ അതാണ് പാപത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുക, ജീവൻ വെക്കുക, ആ ഒരു അനുഭവത്തിലേക്ക് പ്രവേശിക്കുക. ആ ജീവനാണ് ഞങ്ങൾക്കെന്നുള്ളത്. പാപബന്ധത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടെന്നുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ശക്തിയാണ് ഞങ്ങളുടെ ശക്തി. ആർക്കും അത് പിടിച്ചു കെട്ടാനായിട്ട് സാധിക്കത്തില്ല. ഞങ്ങൾക്കിത് സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിച്ചുകൂടാ? ആ ഒരു വലിയൊരു അനുഭവമാണ്, വലിയ സ്വാതന്ത്ര്യമാണത്, വലിയ പദവിയാണത്. യേശുവിനെക്കുറിച്ച് സുവിശേഷം പറയാമെന്നൊക്കെ എന്തൊരു പദവിയാണെന്നറിയോ? ഞാൻ അച്ഛനായിട്ട് ആദ്യം പോയത് പാറ്റ്നയിലാണ്, ബീഹാറിൻ്റെ തലസ്ഥാനമായ പാറ്റ്ന. നമുക്കറിയാമല്ലോ, പാറ്റ്ന എപ്പോഴും ഒരു രാഷ്ട്രീയ കോളിലൊക്കെ, ഇപ്പോഴും അന്നും അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങളുടെ യുവജന സഖ്യത്തിൻ്റെ ആ ജൂബിലി നമ്മുടെ 1983 യുവജന സഖ്യത്തിൻ്റെ കനക ജൂബിലി ആ സോണിൻ്റേത് പാറ്റ്നയിൽ വെച്ച് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്, സെൻറ്റ് മൈക്കിൾസ് സ്കൂളിൽ വെച്ച്. അവൻ ചീഫ് ഗസ്റ്റായിട്ട് ഗവർണർ AR കിദ്വായിയെ വിളിക്കാൻ തീരുമാനിച്ചു. ഡോക്ടർ AR കിദ്വായിയാണ് ബീഹാർ ഗവർണർ. അപ്പോൾ കിദ്വായിയെ വിളിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു PAയുടെ PA മർത്തമാക്കാരനാണ്. അങ്ങനെ അപ്പോയിൻമെൻ്റൊക്കെ എടുത്തു. ഒരു ദിവസം വൈകിട്ട് 4:20 ചെല്ലാൻ പറഞ്ഞു. അപ്പോയിൻമെൻറ്റ് തന്നു ഡോക്ടർ AR കിദ്വായി. അപ്പോൾ സ്കൂട്ടറിലാണ് നമ്മുടെ ഇടവക സെക്രട്ടറി ഞാനും കൂടെ. അദ്ദേഹം സ്കൂട്ടർ ഓടി, ഞാൻ പുറകില്ല, ഞാൻ കുപ്പായൊക്കെ ഇട്ടുകൊണ്ടാണ്. ഞാൻ അവിടെ ചെന്ന് ഭയങ്കര ക്യൂ ആണ് AR കിദ്വായിയെ കാണാൻ. രാഷ്ട്രീയ MP-മാരും MLA-മാരൊക്കെ നിൽപ്പാണ് ഗവർണറെ കാണാൻ. അപ്പോൾ ഞാൻ കുപ്പായൊക്കെ ഇട്ട് ഞാൻ അങ്ങോട്ട് ഒരു മരത്തിൻ്റെ തണലിലോ സ്കൂട്ടർ അവരൊരു തണലിലോട്ട് മാറ്റി ഞാൻ മാറി നിന്ന്. കാരണം 4:20 ഉള്ളൂ, 4 മണി പോലും ആയില്ല. ഞാനങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ട് ഒരു തൊപ്പിയൊക്കെ വെച്ചൊരു പുള്ളി ഇങ്ങനെ എന്നെ ഒന്നിങ്ങനെ സല്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ നോക്കി, ഇതാരെയാണ് സല്യൂട്ട് ചെയ്യുന്നേ? അപ്പോൾ എന്നെ തന്നെയാണ്. ഞാനും ഇങ്ങനെ സല്യൂട്ട് വെച്ച് കൊടുത്തു. എന്നിട്ട് IAS സാബ് എന്നോട് പറയുകയാണ്, 4:20 സമയം, 3:45 ആയതേ ഉള്ളൂ. IAS സാബ് ക്യൂ നിൽക്കുകയാണ്, MP-മാരും MLA-മാരും ഒക്കെ. ഞാൻ അവിടെ ചെന്നപ്പോൾ മറ്റേ എന്തോ ഒരു ചെക്കിങ് ആണെന്നറിയാം, അവിടെ ഭയങ്കര ചെക്കിങ്ങാണ്. ഇത് ഒരു ചെക്കിങ്ങും ഇല്ല, കയറി അങ്ങ് ചെന്നു. എന്നിട്ട് ഡോക്ടർ AR കിദ്വായുടെ മുറിയിൽ ചെന്നു. എന്നെ കൊണ്ട് ആ മനുഷ്യൻ എഴുന്നേറ്റ് നിന്നു. എനിക്കന്ന് 24 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. ഒരു സ്കെലിറ്റനാണ്, ഒരു പെൻസിൽ മാർക്കാണ്, വെറും ഒരു ചെറുക്കൻ. പക്ഷേ എന്നെ ആ വലിയ മനുഷ്യൻ ബഹുമാനിച്ച് ഞാനിട്ടിരിക്കുന്ന വസ്ത്രത്തിൻ്റെ മഹത്വമാണ്. അതാണ് സുവിശേഷീകരണത്തിൻ്റെ മഹത്വം. ഇതൊരു പദവിയാണ്. ഈ ഒരു പദവിയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അത് ഉപയോഗിക്കാതെ മരിച്ചിട്ട് എന്താ കാര്യം? മറ്റൊരു സുവിശേഷം പറയുവാൻ ലഭിക്കുന്ന അവസരം പരിശുദ്ധാത്മാവിന് നിറവിൽ പങ്കുവെക്കണം. രണ്ടാമത്തെ ഗ്രൂപ്പാണ് മരിക്കാറായവർ. സംഖ്യാപുസ്തകം
11 അധ്യായം 30-31 വാക്യങ്ങൾ. സംഖ്യാപുസ്തകം 11 അധ്യായം 30-31 വാക്യം. എടുത്തൊരു വായിക്കാം, മലയാളം. അനന്തരം യഹോവ അയച്ച ഒരു കാറ്റിൽ കടലിൽ നിന്ന് കാടപ്പക്ഷികൾ വന്നു 2 മുഴം ഉയരത്തിൽ പറന്നു നിൽക്കുമാറാക്കി. ഇതിൻ്റെ പശ്ചാത്തലം ഇസ്രായേൽ മക്കളുടെ കനാൻ നാട്ടിലേക്കുള്ള യാത്രയാണ്. യാത്രാമധ്യേ അവർ പിറുപിറുത്തു. എന്തിനാ പിറുപിറുത്തത്? ഇറച്ചിയില്ലാഞ്ഞിട്ട്. ഇതീ ഭേദം മിസ്രൈമിൽ കിടക്കുകയായിരുന്നു, അവിടെ കിടന്ന് ചത്താൽ നല്ല അടക്കമേലും കിട്ടിയേനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നലെ വരെ നടത്തിയ ദൈവത്തെ അവർ മറന്നു കളഞ്ഞു. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ, അല്ലെങ്കിൽ അവൻ നിങ്ങളെ കീറിക്കളയും, വെടിവെപ്പാൻ ആരും ഉണ്ടാകുകയില്ല. ദൈവം നടത്തിയ വഴികളെ ഓർക്കണം. അല്ലറയില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തെ മറക്കരുത്. നമ്മുടെയൊക്കെ പ്രശ്നം അതാണ്. നിങ്ങൾ ദൈവത്തെ ഓർക്കണമെന്ന് 1556 പ്രാവശ്യം വേദപുസ്തകത്തിലുണ്ട്. ദൈവം നടത്തിയ വഴികളെ ഓർക്കണം. നമുക്ക് ഭയങ്കര മറവിയാണ്, നമ്മൾ പെട്ടെന്ന് അങ്ങ് മറക്കുകയാണ്. ഓർക്കുക എന്ന് പറഞ്ഞൊരു ആത്മീയ എക്സസൈസാണ്. നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ദൈവം നിങ്ങളെ നടത്തിയ വഴികൾ, നിങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ മുതൽ ദൈവം നടത്തിയ വഴികളെക്കുറിച്ച് ഓർക്കണം. ആ വഴികൾ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറയണം. പറഞ്ഞാൽ നമ്മളും ഓർക്കും, അവരും ഓർക്കും. നിങ്ങൾ പറയുന്നില്ലെന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അവർ യഹോവയ്ക്കെതിരായിട്ട് പിറുപിറുത്തപ്പോൾ, ഈ പിറുപിറുപ്പാണ് മരണത്തിലേക്ക് നയിക്കുന്നത്. പിറുപിറുത്തപ്പോൾ അവരെ കരുതിയവനായ ദൈവം അത്ഭുതത്തിൻ്റെ കാറ്റ് വീശി. കടലിൽ കാടപ്പക്ഷികളില്ല, പക്ഷെ ദൈവം പറഞ്ഞപ്പോൾ കടലിൽ നിന്ന് കാടപ്പക്ഷികൾ വന്നു. 2 മുഴുവരുത്ത് പറഞ്ഞു നിൽക്കുവാറാക്കിയെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അല്ലെ 3 മുഴുവരുത്തിന് അവർ പറഞ്ഞു നിങ്ങൾ ഓടിച്ചിട്ട് പിടിച്ചിട്ട് തല്ലി തിന്നെന്ന് പറഞ്ഞു കളയും. അവർ നന്ദിയില്ലാത്തവരാണ്. അത് പറയാതിരിക്കാനാണ്. ഇരിക്കുന്നിടത്ത് ഇരുന്ന് പിടിച്ച് തിന്നാൽ മതി. എത്ര അത്ഭുതകരമായ ദൈവം നമ്മളെ പരിപാലിച്ചിരിക്കുന്നു. ഇത് ഓർക്കണം. നമ്മൾ ഓർത്തിട്ട് നമ്മൾ നമ്മുടെ മക്കളോട് പറയണം. ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞ പോലെ, ഇന്നലെയൊക്കെ പറഞ്ഞല്ലോ, നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. നമ്മൾ അടുത്ത തലമുറയോട് ദൈവത്തെ പറഞ്ഞില്ല. പറഞ്ഞോ? നിങ്ങൾ പറഞ്ഞോ? ഈ ദൈവം നടത്തിയ വഴികളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അതൊക്കെ നാണംകേടാണെന്ന് തോന്നും. ഞാൻ വടക്കേ ഇന്ത്യയിലൊരിടത്ത് പ്രസംഗിക്കാൻ പോയപ്പോൾ ഒരു വലിയ വീട്ടിലാണ് താമസിപ്പിക്കുന്നത്. അപ്പോൾ താമസിക്കുന്ന വീട്ടിലെ അദ്ദേഹത്തിൻ്റെ പേരിനോട് ചേർത്ത് ചെരുപ്പൂടെ ചേർത്താണ് അറിയപ്പെടുന്നത്. ഇപ്പം കുര്യൻ എന്നാണ് പേരെങ്കിൽ ചെരുപ്പ് കുര്യൻ. കാരണം അദ്ദേഹം വലിയ ചെരുപ്പ് വ്യവസായിയാണ്, ഷൂ വ്യവസായിയാണ്. അദ്ദേഹം ഷൂ കമ്പനിയുണ്ട്, ലോകത്തിലെ പ്രധാന ഷൂ കമ്പനികളുടെ എല്ലാം ഏജൻസിയുണ്ട്. ഭയങ്കര കോടീശ്വരനാണ്. ആദ്യത്തെ ദിവസം 3-ാമത്തെ നിലയിലാണ് ഈ പ്രാർത്ഥനാ മുറിയൊക്കെ. ആദ്യത്തെ ദിവസം കുടുംബ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. അദ്ദേഹം പറയണം, അച്ഛാ, കരഞ്ഞുകൊണ്ട് എന്നോട് പറയാം, അച്ഛാ, 19 വർഷം മുമ്പ് ചെങ്ങന്നൂരിൽ ഞാൻ ട്രെയിനിൽ കയറി ഇവിടെ വന്നതാണ്. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അപ്പൻ മരിച്ചുപോയി. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു അകന്ന ബന്ധു, കാരണം എൻ്റെ അപ്പച്ചൻ മരിച്ചപ്പോൾ വീട്ടിൽ നിവർത്തിയില്ലാഞ്ഞ് ചെറിയ ജോലിയെങ്കിലും കിട്ടാൻ വേണ്ടി എന്നെ ഇവിടെ കൊണ്ടുവന്നതാണ്. പക്ഷേ എനിക്ക് ജോലിയൊന്നും കിട്ടിയില്ല. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന രൂപ കൊടുത്ത് പ്ലാസ്റ്റിക് ചെരുപ്പ് വാങ്ങിച്ച് പ്ലാസ്റ്റിക് കൂട്ടിലിട്ട് ചെരുപ്പ് വേണോ ചെരുപ്പെന്നും പറഞ്ഞ് മലയാളിയുടെ വീട് തോറും നടന്ന് ആ അവസ്ഥയിൽ നിന്ന് ആച്ചാൽ എൻ്റെ ദൈവം തമ്പുരാൻ എന്നെ ഇങ്ങോട്ട് എത്തിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കരയാൻ തുടങ്ങി. നന്ദിയുടെ കണ്ണുനീർ. അന്നേരം കേൾക്കാൻ അകത്തു നിന്നൊരു പിറുപിറു. വൈ ആർ യു ടെല്ലിങ് ഓൾ ദിസ് നോൺസെൻസ് ഓളച്ചൻസ് ഡാഡ്? പെൺപിള്ളേരാ, ഇംഗ്ലീഷേ അറിയൂ. വൈ ആർ യു ടെല്ലിങ് ഓൾ ദിസ് നോൺസെൻസ് ഓളച്ചൻസ് ഡാഡ്? എന്തിനാ ഡാഡി നോൺസെൻസ് എല്ലാ അച്ഛന്മാരോടും പറയുന്നത്? ദൈവം നടത്തിയ വഴികൾ നോൺസെൻസ് ആണെന്ന് പറയുന്ന തലമുറയുടെ മുൻപാകെ ദൈവം നടത്തിയ വഴികളെക്കുറിച്ച് പറയാൻ ലജ്ജിക്കരുത്. മരിച്ചു പോകുന്ന അതാണ്. ചത്ത അവസ്ഥയിലല്ലേ ഇപ്പം? ചത്ത അവസ്ഥയിലല്ലേ? നമ്മുടെ കുടുംബങ്ങളൊക്കെ ചത്ത അവസ്ഥയിലല്ലേ? ജീവൻ നഷ്ടപ്പെട്ടു പോയില്ലേ? ദൈവം എവിടെ? ദൈവം നടത്തിയ വഴികൾ എവിടെ? ഇതൊക്കെ പറയണം.
ഒരുപാട് ദൈവത്തിൻ്റെ കരുതൽ അനുഭവിച്ചൊരു തലമുറയാണ് നമ്മൾ. ഇത് നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് അറിയത്തില്ല. നിങ്ങളുടെ അഫ്ലുവൻസ്, നിങ്ങളുടെ ധനം, നിങ്ങളുടെ സമ്പത്ത് അവരെ ദൈവത്തിൽ നിന്ന് അകറ്റി. നിങ്ങളെ ദൈവത്തെ അടുപ്പിച്ച് നിങ്ങളുടെ മെടുക്കല്ല നിങ്ങളുടെ മാതാപിതാക്കളുടെ സ്ഥിതിയും പ്രാർത്ഥനയുമാണ്. നിങ്ങൾക്ക് പ്രാർത്ഥിച്ചേ പറ്റുമായിരുന്നു. അങ്ങനെ ഒരു സ്ഥിതിയിൽ വളർന്നവരാണ് കേരളത്തിലെ കഴിഞ്ഞ തലമുറ. പക്ഷെ ഇപ്പം നമുക്ക് പണമെല്ലാം വർദ്ധിച്ചപ്പോൾ ദൈവം ഇല്ലെങ്കിലും കുഴപ്പമില്ലെന്നുള്ള സ്ഥിതിയായിരിക്കുന്നു. ദൈവം നടത്തിയ വഴികളെക്കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറയണം. മാതാപിതാക്കൾ സ്റ്റോറി ടെല്ലേഴ്സ് ആയിരിക്കണം. ബാലരമയിലെ കഥയല്ല പറയേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ കഥകൾ പറയണം. അങ്ങനെ ആരാണ്ട് പറഞ്ഞപ്പോഴല്ലേ, ആരാണ്ട് പപ്പ മോനോട് പറയുകയാണ്, അവന് ഷൂവിന് വേണ്ടി വഴക്കുണ്ടായി, പുതിയ ഷൂവിന് വേണ്ടി വഴക്കുണ്ടാക്കിയപ്പോൾ പപ്പ പറഞ്ഞടാ നിൻ്റെ സമയത്തൊക്കെ ഞങ്ങൾ ചെരുപ്പിടാതാടാ സ്കൂളിൽ പോയത്. പിന്നെ അവൻ ചോദിച്ചു പപ്പയുടെ സ്കൂൾ ശബരിമലയിലായിരുന്നു. അങ്ങനത്തെ സ്ഥിതിയാണിപ്പം. ദൈവം നമ്മളെ നടത്തിയ വഴി. ഞാൻ ഇന്നലെ എൻ്റെ പിതാവിൻ്റെ കാര്യം പറഞ്ഞത്. എനിക്ക് എൻ്റെ പിതാവിനെക്കുറിച്ച് സാക്ഷ്യം പറയാനേ ഉള്ളൂ. എൻ്റെ അപ്പച്ചൻ്റെ ഇടത്തും വലത്തും നടന്ന് മദ്യപിച്ച 2 ക്രിസ്ത്യാനികൾ, ഒന്ന് മർത്തോമാക്കാരനൊന്ന് വേറെ സഭക്കാരൻ. അവരുടെ ഇടയിൽ നിന്നാണ് എൻ്റെ പിതാവിൻ്റെ ദൈവം വിളിച്ച് വേർതിരിച്ച്. ദൈവം നിന്നെ കൈ ചൂണ്ടി പറഞ്ഞു ആ സുവിശേഷകൻ, യേശു നിന്നെ സ്നേഹിക്കുന്നു. ആ ക്ഷണം എൻ്റെ പിതാവ് സ്വീകരിച്ച് പരിശുദ്ധാത്മാവിന് നിറവിൽ തൻ്റെ ജീവിതം ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചു. എല്ലാം നഷ്ടപ്പെടുത്തി. അന്ന് എല്ലാവരും അത് ഉണ്ടിരുന്ന നായർക്കൊരു വിളി കേട്ടെന്ന് പറഞ്ഞ് കളിയാക്കി. സമൃദ്ധിയിൽ നിന്ന് ദാരിദ്ര്യം വരിച്ച ഒരു കുടുംബം. ബോധമുള്ളവരെല്ലാം കളിയാക്കും, കാരണം വല്ല കാര്യമുണ്ടോ. അവരുടെ ഇടയിൽ നിന്നാണ് എൻ്റെ പിതാവിനെ ദൈവം വിളിച്ചു. എൻ്റെ പിതാവ് മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘത്തിലെ സുവിശേഷകനായി. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം നിയമിക്കപ്പെട്ടത് മലയാലപ്പുഴയിലാണ്. മലയാലപ്പുഴ എന്ന് പറഞ്ഞാൽ അന്നും ഇന്നും സുവിശേഷത്തിന് വിഘാതമായൊരു സ്ഥലമാണ്. ഒരു ഞായറാഴ്ച രാവിലെ അദ്ദേഹം വടശ്ശേരിക്കരൊരു പള്ളിയിൽ ആരാധനയ്ക്ക് വേണ്ടി പോവുമായിരുന്നു. പോയത് ഉദിമൂട്ടിലൂടെ നടന്നാണ് പോകേണ്ടത്. വണ്ടിയില്ല, വണ്ടി ഉണ്ടെങ്കിലും വണ്ടിക്കൂലിയില്ല. നടന്നാണ് പോയത്. ഞായറാഴ്ച രാവിലെ നടന്നു പോവാണ്. പോകുമ്പോൾ ആ ഉദിമൂട്ട് ഭാഗത്തോട് ചെന്നപ്പോൾ അവിടെ റോഡ് ബ്ലോക്ക് ആയിരിക്കുന്നു. ഒരു പോലീസ് വണ്ടി കിടക്കുന്നു. ആളുകളെല്ലാം റോഡിൽ നിറഞ്ഞു കിടക്കുന്നു. അങ്ങോട്ട് പോകാൻ വയ്യ. എൻ്റെ പിതാവിൻ്റെ വേഷവിധാനം ഒരു സുവിശേഷകൻ്റെ വേഷവിധാനമായതുകൊണ്ട് സബ് ഇൻസ്പെക്ടർക്ക് മനസ്സിലായി ഞായറാഴ്ച ഉപദേശിച്ച് പള്ളിയിൽ പോവാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വഴി മാറിക്കേ, ആളുകൾ മാറിക്കേ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കേ. അങ്ങോട്ട് ആളുകളെ മാറ്റിയ സ്ഥലത്തോട് അപ്പച്ചൻ അപ്പുറത്ത് കടന്നു. നോക്കിയപ്പോൾ ചങ്ക് പൊട്ടിപ്പോകുന്നൊരു കാഴ്ചയാണ് അദ്ദേഹം കണ്ടത്. എൻ്റെ പിതാവ് മരിച്ച് 2017 അദ്ദേഹം മരിക്കുന്നതിന് സുബോധമുള്ളപ്പോഴൊക്കെ പറയുന്നൊരു സംഭവമായിരുന്നിത്. ആളുകൾ മാറിയ സ്ഥലത്തൊരു മൃതശരീരം കിടക്കുന്നു. കുത്തേറ്റ് മരിച്ചു കിടക്കുന്ന ഒരു യുവാവിൻ്റെ ഭീകര ദൃശ്യം. തലേന്ന് മരിച്ചതാണ്. നീറ് പൊതിഞ്ഞ് കിടക്കുന്ന ഭീകര ദൃശ്യം. ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടവനായിട്ട് പോലീസ് വണ്ടിയിലിരിക്കുന്നു. ആരാണെന്നറിയാമോ? എൻ്റെ അപ്പച്ചൻ്റെ ഇടത്തും വലത്തും നടന്ന് മദ്യപിച്ചിരുന്ന 2 ക്രിസ്ത്യാനി കൂട്ടുകാർ. തലേന്ന് മദ്യപിച്ച് ബോധമില്ലാതെ കൂട്ടുകാരനെ കുത്തിക്കൊന്നു. ഒരാൾ മരിച്ചു കിടക്കുന്നു. ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടവനായിട്ട് പോലീസ് വണ്ടിയിലിരിക്കുന്നു. അവരുടെ നേതാവായിരുന്ന KD കൃഷ്ണപിള്ള ഞായറാഴ്ച രാവിലെ ജീവനുള്ള ദൈവത്തെ ആരാധിക്കാനല്ല, ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കാനായി ദേവാലയത്തിലേക്ക് പോകുന്നു. ഇതാണ് ദൈവത്തിൻ്റെ കരുതൽ. ഇതിൽ കൂടുതൽ എന്താ ദൈവം ചെയ്യേണ്ടത്? ലോകത്തിൽ യേശുവിനല്ലാതെ വേറൊരു ശക്തിക്കോ വ്യക്തിക്കോ ഒരു പാപിക്ക് ഇങ്ങനെയൊരു അവസ്ഥ നൽകാൻ സാധിക്കുമോ? പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ കരുതലിൻ്റെ കാറ്റ് വീശുന്നവനായ ദൈവം, അത്ഭുതത്തിൻ്റെ കാറ്റ് വീശുന്നവനായ ദൈവം, മരിക്കാറായ അവസ്ഥയിൽ നിന്ന് ജീവൻ ക്രിയ കൊണ്ടുവരുന്നവനായ ദൈവം. ഇതൊക്കെ നിങ്ങളും അനുഭവിച്ചിട്ടുള്ളവരാണ്. പക്ഷെ നിങ്ങൾക്ക് പറയാൻ നാണം കേടാണ് അല്ലേ? പറയാൻ നാണമാണ്. നമുക്ക് യേശുവിനെ മറ്റെല്ലാത്തിനും നമുക്ക് സന്തോഷമാണ്. പക്ഷെ യേശുവിനെ സാക്ഷിക്കാൻ നമുക്ക് ലജ്ജയാണ്. ജീവൻ പോയാലും യേശുവിനെ സാക്ഷിക്കണം. കാരണം ആ യേശു കർത്താവാണ് നമുക്ക് ഈ ഒരു അവസ്ഥ നൽകിയിരിക്കുന്നത്. ഇത് നമ്മൾ പറയാതിരുന്ന ആര് പറയും? അതുകൊണ്ട് ഈ മരിക്കാറായവരെ ജീവങ്കിലേക്ക് നയിക്കുന്ന ജീവൻ്റെ കാറ്റ് വീശുന്നതിനെ, കാറ്റ് ഞാൻ പറഞ്ഞല്ലോ പരിശുദ്ധാത്മാവാണ്. കരുതുന്ന കാറ്റ് വീശുന്ന പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് കാറ്റ്, റൂഹ എന്ന് പറഞ്ഞ കാറ്റെന്നാണ്. കരുതലിൻ്റെ കാറ്റ് വീശുന്നത്. എത്രയോ പ്രാവശ്യം നമ്മളത് അനുഭവിച്ചവരാണ്. മാർത്തോമാക്കാർ പാലക്കാട് ഏരിയയിൽ കുടിയേറുന്ന കാലത്ത് മല്ലപ്പള്ളിയിൽ നിന്നും കുടിയേറിയ ഒരു മാർത്തോമാ കുടുംബം, 36 വയസ്സുള്ള ഭർത്താവും 29 വയസ്സുള്ള ഭാര്യയും 2 കൊച്ചു പെൺകുഞ്ഞുങ്ങളും. അവർക്കവിടെ 2 ഏക്കർ സ്ഥലമൊക്കെ കിട്ടി. അവരവിടെ കൃഷി തുടങ്ങി. ഒരു ദിവസം കൃഷി സ്ഥലത്തേക്ക് പോയ പപ്പ തിരിച്ചു വന്നില്ല.
6 വയസ്സുള്ള മകളോട് അമ്മ പറഞ്ഞു, മോളെ പപ്പ അച്ചാച്ചൻ എന്ത് ചെയ്യുന്നു പോയി നോക്കിയിട്ട് വന്നേ. അവൾ ചെന്നപ്പോൾ അദ്ദേഹം ഒരു മരത്തിൻ്റെ ചവിട്ടി കിടക്കുകയാണ്. അവളാകുന്ന വിളിച്ചിട്ട് അദ്ദേഹം ഉണരുന്നില്ല. അമ്മയോട് ഓടിപ്പോയി പറഞ്ഞു, അമ്മയെ അച്ചാച്ചനെ വിളിച്ചിട്ട് ഉണരുന്നില്ല. അവരോടി വന്ന് വിളിച്ച് തിരിച്ചിട്ട് നോക്കി വെള്ളമൊക്കെ തെളിച്ച് മരിച്ചു കിടക്കുകയാണ്, ഹാർട്ട് അറ്റാക്ക്. മാർത്തമ്മക്കാരൻ കൊണ്ട് കുടിയേറി തുടങ്ങിയതേ ഉള്ളൂ. മണ്ണാർക്കാട് ഭാഗത്താണ്. ചെറുപ്പക്കാരിയായ ഭാര്യ, 2 കൊച്ചു പെൺകുഞ്ഞുങ്ങൾ. കരിമ്പയിൽ നിന്ന് വേണമെന്ന് അച്ഛൻ വരാൻ. അച്ഛൻ പിറ്റേ ദിവസം വന്ന് ശവസംസ്കാര ശുശ്രൂഷ എടുക്കുകയാണ്. വീട്ടിലെ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ 2 പെൺകുഞ്ഞുങ്ങളെ കൈ പിടിച്ചോണ്ട് ആ ചെറുപ്പക്കാരിയായ സ്ത്രീ പറഞ്ഞു, അച്ചോ ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. അച്ചാച്ചൻ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചയക്കും. ഞാൻ യാത്ര പോകുമ്പോൾ എൻ്റെ അച്ചാച്ചൻ പ്രാർത്ഥിച്ച അങ്ങനായിരുന്നു ഞങ്ങളുടെ പതിവ്. എൻ്റെ അച്ചാച്ചൻ എന്നേക്കോ ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ 2 പെൺകുഞ്ഞുങ്ങളെ കൈ പിടിച്ച്, ആരുമെനിക്കില്ലെന്നോ ഞാൻ ഏകയായി തീർന്നുവെന്നോ മാനസത്തിലാദി പൂണ്ടു ഖേദിപ്പാൻ സാധു അന്ധയായി തീർന്നിടല്ലേ ദൈവമെന്ന് പറഞ്ഞ് ഏങ്ങലടിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച ഒരു കുടുംബം എനിക്കറിയാം. ഇന്ന് നമ്മൾ അവിടെ ചെന്നാൽ അനുഗ്രഹിക്കപ്പെട്ടൊരു ഭവനമായി മാറി. ഞാൻ കഴിഞ്ഞ ജനുവരിയിൽ ഷാർജയിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ ഒരു വീട്ടു പ്രാർത്ഥനയ്ക്ക് പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഈ അനുഭവം പറഞ്ഞു. ഞാൻ ഇറങ്ങിയപ്പോൾ ഒരു സിസ്റ്റർ, ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന സിസ്റ്റർ, ചെറുപ്പക്കാരി ഓടി വച്ചോ അവിടുത്തെ ഇളയ മോളാണ് ഞാനെന്ന് എന്നോടൊന്ന് പറഞ്ഞു. അങ്ങനെ എത്രയോ അനുഭവങ്ങൾ. അത്ഭുതത്തിൻ്റെ കാറ്റ് വീശുന്നവനായ ദൈവം ഇന്ന് അനുഭവിച്ചാൽ പോരാ, ഇത് പറയാൻ സാധിക്കും. 3-ാമത്തെ കൂട്ടരാണ് ഉറങ്ങുന്നവർ. യോനായുടെ പുസ്തകം 1-ാം അധ്യായം 4-ാമത്തെ വാക്യം. യോന 1:4. യോന എടുക്കാൻ താമസമായിരിക്കും, എന്നാലും എടുത്തു നോക്കി. യോനായി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. മലയാളം വായിച്ച എന്നാലേ ശരിയാവും. നല്ലവണ്ണം ശക്തി പോരാ, കുറച്ച് ശക്തി, നല്ലവണ്ണം എന്ന് പറയണം. വേദപുസ്തകത്തിൽ ഒറ്റ നല്ലവണ്ണമേ ഉള്ളത് ഇവിടാണ്. യോന നല്ലവണ്ണം ഉറങ്ങുമായിരുന്നു. ആരാ യോന? ഏത് യോന അച്ഛ? ഏത് യോനാച്ചൻ്റെ കാര്യം? ആരാ യോന? ഞാൻ പല പള്ളിയിൽ പോയിട്ട് ഇത്രയും മിണ്ടാതിരിക്കുന്നവരെ കണ്ടിട്ടില്ല. യോന പ്രവാചകനായിരുന്നു. പ്രവാചകന്റെ ജോലി എന്നാ? പ്രവാചകന്റെ ജോലി ദൈവം പറയുന്നത് അതുപോലെ മനുഷ്യരോട് പറയുക. ദൈവം പറയുന്നതിൽ ഒന്നും എടുത്തു കളയാതെയും അതിൻ്റെ അകത്തൊന്നും കൂട്ടിച്ചേർക്കാതെയും അതുപോലെ പറയുന്നവനാണ് പ്രവാചകൻ. ഫോർത്ത് ടെല്ലർ എന്ന് പറയും. ദൈവത്തിന് വേണ്ടി അതൊരു എളുപ്പമുള്ള ജോലിയല്ല, വലിയ ബുദ്ധിമുട്ടുള്ള ജോലിയാണ്, തല പോകുന്ന ജോലിയാണ്. യോഹന്നാൻ സ്നാപകൻ അങ്ങനെ ഒന്ന് പറഞ്ഞാണ്, അദ്ദേഹത്തിൻ്റെ തല പാത്രത്തിലിരുന്നു. സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള ജോലി അതല്ലേ നിങ്ങൾ മക്കളെ വിടാത്തത്, അതെനിക്കറിയാം. കാരണം തല പോകുന്ന ജോലിയാണ്. നീ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞപ്പോൾ തല പാത്രത്തിൽ പോയി. യോനായോട് ദൈവം പറഞ്ഞു, നീ നിനവേയിൽ പോയി പ്രസംഗിക്കണം. എന്താ യോന പോകാഞ്ഞത്? എന്താ പോകാഞ്ഞേ? യോന പോകാഞ്ഞത് യോനായ്ക്ക് പ്രസംഗ വിഷയം ഇഷ്ടപ്പെട്ടില്ല, അതാണ്. യോനയോട് ദൈവം പറഞ്ഞത് എന്താ? യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല, അത് പോയി പ്രസംഗിക്കണമെന്നാണോ? അല്ല. ദൈവം സ്നേഹം തന്നെയാകുന്നു, അത് പ്രസംഗിക്കണമെന്നാണോ? അല്ല. പിന്നെന്താ? നീ നിനവേയിൽ അതിന് വിരോധമായിട്ട് പ്രസംഗിക്കണം. നമ്മുടെ പള്ളിയിലൊരു അച്ഛൻ, ഞങ്ങളുടെ മാർത്തോമാ സഭയിൽ ഒരു പള്ളിയിൽ അച്ഛൻ ചാർജ് എടുത്തപ്പോൾ അവിടുത്തെ ശുശ്രൂഷ വന്നു വെച്ചാൽ ഇതൊരു നല്ല ഇടവകയാണ്, ഇത്രയും നല്ലൊരു ഇടവക വേറെ കിട്ടത്തില്ല. പക്ഷേ അച്ഛൻ പ്രസംഗിക്കുമ്പോൾ സൂക്ഷിക്കണം, കള്ള് കുടിക്കരുത്, ഇതൊന്നും പറയരുത്. ഇതൊക്കെ പറഞ്ഞാൽ അച്ഛൻ 2 മാസം ഇവിടെ നിന്ന് മാറേണ്ടി വരും. അതേസമയം യഹോവ എൻ്റെ ഇടയനാകുന്നു, ദൈവം ഇതൊക്കെ പറയാമെങ്കിൽ അച്ഛൻ ഇഷ്ടംപോലെ നാളിരിക്കാമെന്ന്. കാരണം ഞങ്ങളെ ഇഷ്ടപ്പെടുത്തുന്ന ചില പ്രസംഗങ്ങളുണ്ട്, അതൊക്കെ പ്രസംഗിക്കാമോ? യോന എന്താ നിനവേയ്ക്ക് പോകാതിരുന്നത്? നിനവേയിൽ ചെന്ന് അതിന് വിരോധമായിട്ട് പ്രസംഗിക്കണം എന്ന് പറഞ്ഞാൽ പറയാൻ ഒക്കുമോ?
അതുകൊണ്ടാണ് യോന പോകാഞ്ഞത്. പക്ഷേ മാർത്തോമാ സഭയിലെ അച്ഛന്മാരുടെ ട്രാൻസ്ഫറിൻ്റെ ഓർഡർ പോലാണ്, കൽപ്പന വന്നതാണ്, അദ്ദേഹത്തിന് പോയേ പറ്റത്തുള്ളൂ. പാണ്ടക്കെട്ടുമൊക്കെ എടുത്തുകൊണ്ട് തുറമുഖത്ത് ചെന്നപ്പോൾ നിനവേലോട്ടുള്ള കപ്പലിനൊരു അനക്കമില്ല. വേറൊരു കപ്പലിന് ഡും 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 ഇങ്ങനെ സ്റ്റാർട്ടായി കിടക്കുന്നത്. എങ്ങോട്ട് പോവാണ്? തർസീസിലേക്ക് പോകുന്ന കപ്പൽ ഇങ്ങനെ സ്റ്റാർട്ടായി ഡും 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 ഡും. യോന ചാടി അതേ കയറി. ഞങ്ങൾ മർത്താമാക്കാർ ചിലപ്പോൾ അങ്ങനെയാണ്, ഡും 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 എവിടെ ഉണ്ട് അവിടെ ചാടി കയറി കളയും. അത് എങ്ങോട്ട് പോകുന്ന കപ്പലാണ്, അത് അനങ്ങ ഒന്നും പ്രശ്നമല്ല. ഡും 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 ഉണ്ട് അവിടെ ചാടി കയറുകയാണ്. മറ്റേക്ക് അനങ്ങി വരുമ്പോഴത്തേക്ക് കർത്താവ് കയറി, നമുക്ക് ഇതേ കയറാമടാ എന്ന് പറഞ്ഞ് കയറി. ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നം. യോന ചാടി അതേ കയറി, കൂലി കൊടുത്ത് കയറിയെന്നാ. മറ്റേയാണെ ഫ്രീ ആയിരുന്നു. യോന കൂലി കൊടുത്ത് കയറി എന്ന് നോക്കിക്കണേ. കാരണം ഈ ദൈവത്തിൻ്റെ അടുത്തൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി, എങ്ങനെയും രക്ഷപ്പെടാൻ വേണ്ടി ഓടുകയാണ്. സ്റ്റാർട്ടായി കിടക്കുന്ന കപ്പലിൽ കയറിയിട്ട് അതിൻ്റെ അടിത്തട്ടിൽ ഇറങ്ങിക്കിടന്ന് നല്ലവണ്ണം അങ്ങ് ഉറങ്ങി. ഞാൻ പറഞ്ഞല്ലോ, വേദോസ്തർ ഒറ്റ നല്ലവണ്ണം ഇളത് യോനയാണ്. നല്ലവണ്ണം അങ്ങ് ഉറങ്ങി. കാരണം ഈ അനുസരണക്കേട് കാണിക്കുമ്പോൾ ഉറക്കം എളുപ്പം വരുമല്ലോ. നല്ല സുഖമായിട്ട് അങ്ങ് ഉറങ്ങി അടിത്തട്ടിൽ ഇറങ്ങിക്കിടന്ന്. ദൈവം വിടുവോ? ദൈവമാണ് കാറ്റടിച്ചു. ആ കാറ്റടിച്ചപ്പോൾ അതും സുഖം. ഇങ്ങനെ കപ്പൽ കിടന്ന് ആടുകയാണ്. യോന സുഖമായിട്ട് അങ്ങ് ഉറങ്ങി. നമ്മളെ ബാധിച്ചിരിക്കുന്ന പല ഉറക്കങ്ങളുണ്ട്. ഒന്നാമത്തെ ഉറക്കം പ്രാർത്ഥനയിലുള്ള ഉറക്കമാണ്. ഒരു കാലത്ത് മാർത്തോമാ സഭയിലെ ഭവനങ്ങൾ, അച്ഛനും മാർത്തോമാ CSI സഹോദരി സഭകളാണല്ലോ. നമ്മളൊക്കെ നല്ല കുടുംബ പ്രാർത്ഥന ക്രമീകൃതമായി നടത്തുന്ന വീടുകളായിരുന്നു. നമ്മുടെയൊക്കെ വീടുകളുടെ അടുത്തൂടെ പോകുമ്പോൾ കേൾക്കാൻ, ഒരു വീട് കഴിഞ്ഞാൽ അടുത്ത വീട് എങ്ങനെയാണ്. എലന്തൂരെങ്കിൽ ഇപ്പോൾ ഒന്നുമില്ല അച്ഛൻ്റെ നാട്ടിലെങ്ങും. കുടുംബ പ്രാർത്ഥനയ്ക്ക് അന്യം നിന്നുപോയി. പ്രാർത്ഥിക്കുന്ന ഭവനം ഒരുമിച്ച് വളരും, ഇല്ലെങ്കിൽ തളരും. പ്രാർത്ഥനയിൽ ഉണരണം. കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. നമ്മുടെ അലക്സാണ്ടർ മാർത്തോമാ തിരുമേനി ഒരിക്കൽ നമ്മുടെ ക്ലർജി കോൺഫറൻസ് പ്രസംഗിക്കുകയാണ്. എൻ്റെ മാതാപിതാക്കൾ എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചില്ല. അപ്പോൾ ഞങ്ങൾക്കൊക്കെ വലിയ അത്ഭുതമായി. കാരണം ഈ തിരുമേനിയുടെ അച്ഛനായിരുന്നു, മാളിയേക്കൽ അച്ഛൻ. അപ്പോൾ ഈ തിരുമേനി ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. പിന്നെയും പറയാം, ഞങ്ങൾ ഇത് ഓർമ്മപ്പശ, പിന്നെയും പറയാം, എൻ്റെ മാതാപിതാക്കൾ എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു, അവർ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചില്ലെങ്കിലും പ്രാർത്ഥിച്ച് കാണിച്ച്. തിരുമേനിയായിരുന്നു മൂത്ത മകൻ. അന്ന് 1-2 മുറിയൊക്കെ വീടുകളിലുള്ളല്ലോ. അതിൽ കൂടി മുറികളൊന്നും അങ്ങനെ ക്രിസ്ത്യാനികൾക്കില്ലായിരുന്നു. തിരുമേനി പറയുകയാണ്, ഞങ്ങൾ മക്കളെല്ലാം കൂടി ഒരു മുറിയിലാണ് കിടക്കുന്നത്. വെളുപ്പാങ്കാലത്ത് ഒരു 4 മണിയാകുമ്പോൾ എൻ്റെ നെറ്റി നനഞ്ഞ് ഞാനിങ്ങനെ മൂത്ത മകൻ തിരുമേനിയാണ്. ഉണർന്ന് നോക്കുമ്പോൾ എൻ്റെ തലയ്ക്ക കുമ്പിട്ട് പ്രാർത്ഥിക്കുന്ന അപ്പച്ചൻ്റെ കണ്ണുനീര് വീണെൻ്റെ നെറ്റി നനഞ്ഞിട്ടുണ്ട്. കാൽക്ക കുമ്പിട്ട് പ്രാർത്ഥിക്കുന്ന അമ്മച്ചിയുടെ കണ്ണുനീര് വീണെൻ്റെ കാല് നനയും. എൻ്റെ മാത്രമല്ല, മൂത്ത തൊട്ട് ഇളയത് വരെ എല്ലാ കുഞ്ഞുങ്ങളുടെയും തലയിലും കാൽക്കലും തൊട്ട് പ്രാർത്ഥിക്കുന്ന അപ്പച്ചനും അമ്മച്ചിയും പിന്നെ പ്രാർത്ഥിച്ച് പഠിപ്പിക്കണം. പ്രാർത്ഥിച്ച് കാണിച്ചു. തിരുമേനി പറയാണ്, തിരുമേനി മൂത്ത മകൻ എന്നുള്ള നിലയ്ക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ടായിരുന്നു. പണ്ടൊക്കെ അമ്മമാർക്ക് ഉച്ച കഴിയുമ്പോൾ പിള്ളേരെ കടയെ വിടുന്നൊരു സോക്കേടാണ്. ഇപ്പോഴാണെങ്കിൽ ലുലു ഒക്കെ ഉള്ളതുകൊണ്ട് ഫോൺ വിളിച്ചാൽ ഓടം സാധനങ്ങൾ വരും. അന്ന് ലുലു ഇല്ല. അപ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ അവിടെ പോയി വെളിച്ചെണ്ണ വാങ്ങിച്ചുകൊണ്ട് പോടാ, പഞ്ചാര വാങ്ങിച്ചുകൊണ്ട് പോടാ, ഇത്രയും നേരം പറയണ്ട, സന്ധ്യ മയങ്ങുമ്പോൾ അന്നേരം ആയിരിക്കും പൈസ വരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് 5-8 വയസ്സുള്ള പുള്ളിക്കാണ് ഉത്തരവാദിത്വം. ഈ തിരുമേനിക്കാണ് കടയിൽ പോകേണ്ട ഉത്തരവാദിത്വം. പുള്ളിയാണ് ഭയങ്കര പേടിയുമാണ്. 8-10 വയസ്സുള്ളപ്പോൾ. അമ്മ എനിക്ക് പേടിയാ. അമ്മ പേടിക്കണ്ട മോനെ, നീ ഈ പാട്ട് പാടിയോ, ദൈവത്തിൻ പൈതലേ പേടിക്ക വേണ്ട നീ കാവൽ ചെയ്തിടുവാൻ ദൂതന്മാരുണ്ടല്ലോ. ആ പാട്ട് പഠിപ്പിച്ചു. പിന്നെ ഈ പാട്ട് പഠിച്ചു, ദൈവത്തിൻ പൈതലേ പേടിക്ക വേണ്ട നീ കാവൽ ചെയ്തിടുവാൻ ദൂതന്മാർ. ഈ പാട്ട് പഠിച്ച് കടയിൽ ചെല്ലുമ്പം സാധനം ഓർഡർ ചെയ്യുമ്പോൾ അദ്ദേഹം ഇങ്ങനെ കുമ്പിള് കുത്തി സാധനം എടുക്കുമ്പോഴും അദ്ദേഹം ദൈവത്തിൻ പൈതലേ, കാരണം തിരിച്ചു വരണ്ടേ. അങ്ങനെ പാട്ട് പാടി അദ്ദേഹം പാടി മാർത്തോമാ എത്ര പൊലിത്തയായി. ഒരിക്കലും അദ്ദേഹം പ്ലെയിനിൽ യാത്ര ചെയ്യുമ്പോൾ, കടലിൻ്റെ മുകളിൽ കൂടെ പ്ലെയിൻ പറക്കുമ്പോൾ വലിയൊരു പ്രയാസം. കപ്പൽ ഈ പ്ലെയിനിന് കേടുപറ്റിയിരിക്കുന്നു. സോറി. അങ്ങനെ ഒരു പൈലറ്റ് പറഞ്ഞാത്ത സ്ഥിതി എന്നോർത്ത് വേറെ ആര് സോറി പറഞ്ഞാലും നമ്മൾ സഹിക്കും. ഡോക്ടർമാരും പൈലറ്റുമാരും സോറി പറയാമെങ്കിൽ നമുക്ക് എന്തൊരു വിഷമമാണ്. ഈ പ്ലെയിൻ്റെ 2 എഞ്ചിനും തകരാറിലാണെങ്കിൽ മനുഷ്യ സഹജമായ എല്ലാ പ്രയത്നങ്ങളും പരാജയപ്പെട്ടെങ്കിലേ അങ്ങനെ പറയാൻ പാടുള്ളൂ. സോറി പറഞ്ഞു അവിടെ കിടന്ന് നമ്മുടെ സ്ഥിതി എന്നോർത്ത് അവിടെ കിടന്ന് പൊട്ടവട്ടം തല്ലി കരയാൻ തുടങ്ങി എല്ലാവരും കൂടെ. ദൈവകൃപയാൽ ജർമ്മനിയിലെ ഒരു എയർപോർട്ടിൽ എമർജൻസി ലാൻഡിങ്, പ്ലെയിൻ ലാൻഡ് ചെയ്തപ്പോഴത്തേക്ക് എമർജൻസി എക്സിക്യൂട്ടീവ് എല്ലാവരും കൂടി ജീവനും കൂടി ചാടിക്കണം. തിരുമേനി ഏറ്റവും ഒടുവിൽ ഇറങ്ങി. തിരുമേനി എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തിരുമേനിയുടെ അടുത്ത സീറ്റ് ഇരുന്നൊരു മദാമ്മയാണ്. ആ മദാമ്മ പറഞ്ഞു, എല്ലാവരും കിടന്ന് ബഹളം വെച്ച് കരഞ്ഞപ്പോൾ ഈ സന്യാസി മാത്രം ഒരു മൂളിപ്പാട്ടും പാടിക്കൊണ്ടിരിക്കുന്നതുണ്ട്.
ഒരു കാവ്യ വസ്ത്ര സന്യാസിയാണെന്ന് നമ്മുടെ ഒരു സന്യാസി മാത്രം മൂളിപ്പാട്ടോ ഇങ്ങനെ ഒരു തിരിഞ്ഞു. ശരിയാണ്, ഞാൻ ഒരു മൂളിപ്പാട്ട് പാടി. അതാണെന്നറിയാം, ദൈവത്തിൻ പൈതലേ പേടിക്ക വേണ്ട നീ കാവൽ. ഇതാണ് വിശ്വാസം, ഇതാണ് പ്രാർത്ഥന. പ്രയാസങ്ങൾ ഉണ്ടാകത്തില്ലെന്നല്ല, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നിന്നെ കാവൽ ചെയ്തിടുവാൻ ദൂതന്മാരുണ്ട്. അത് പറഞ്ഞു കൊടുക്കുക. ഇതാ പ്രാർത്ഥന, ഇതാ പ്രാർത്ഥന. നമ്മൾ പ്രാർത്ഥിപ്പിക്കുമോ മക്കളെ കൊണ്ട്? പ്രാർത്ഥനയ്ക്ക് പകരം നിൽക്കാൻ വേറൊന്നുമില്ല. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ പരാജയപ്പെടുകയില്ല. പ്രാർത്ഥനയിലേക്ക് തിരിയണം. ഇതൊക്കെ വിശദീകരിക്കേണ്ടതാണ്. രണ്ടാമത്തെ നമ്മുടെ ഉറക്കമാണ് വചനത്തിൻ്റെ മുൻപായുള്ള ഉറക്കം. ദൈവവചനം നമ്മളുമായിട്ട് വല്ല ബന്ധമുണ്ടോ? 10 വാക്യം കൂട്ടി പറയാൻ എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? നമ്മുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ ഒഴിച്ച് 10 വാക്യം കൂട്ടി പറയാവുന്ന എത്ര പേര് ഇരിപ്പുണ്ട്? ബന്ധം പറഞ്ഞു വരുമ്പോൾ തോമാശ്രീയുടെ അനുചരന്മാരായിട്ടൊക്കെ വരും നമ്മൾ. പക്ഷേ വേദോസ്തയിൽ ഒരു 10 വാക്യം തുടങ്ങിയാൽ അങ്ങ് പെട്ടെന്ന് താഴെ പോയി കളയും. പിന്നെയും വീഴുമ്പോൾ സൈക്കിൾ കയറ്റം പോലെ പിന്നെ ഉന്താമെങ്കിൽ ഇച്ചിരൂടെ പറയാം. അങ്ങനെ ഇപ്പം നമുക്ക് ഉന്താ സമയമില്ലല്ലോ. വേദപുസ്തകം നമ്മളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട്? ആരെങ്കിലും വന്ന് 3-4 വാക്യം കൂട്ടി അവരുടെ പുറകെ പോകും. എന്താ പറയുക, വചനം പഠിക്കണം, അവിടെ പോകണം. നമ്മുടെ അച്ഛന്മാരൊക്കെ എന്താ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ദൈവജനവും നമ്മളുമായിട്ട് എന്താ ബന്ധം? കഴിഞ്ഞിടയ്ക്ക് ഒരു യുവജന സഖ്യത്തിൻ്റെ ക്വിസ് കോമ്പറ്റീഷനാണ്. ക്വിസ് ഓഗസ്റ്റ് 15-നാണ്. വേദപുസ്തകത്തിൽ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പുസ്തകം എസ്തേർ. അടുത്ത ചോദ്യം, വേദപുസ്തകത്തിൽ മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറഞ്ഞേക്കും. അപ്പോൾ എല്ലാവരും വിചാരിക്കും വേദപുസ്തകത്തിൽ മഹാത്മാഗാന്ധിയാണ്. ആരും പറഞ്ഞു. ക്വിസ് മാസ്റ്റർ പറഞ്ഞു ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ, മഹാത്മാഗാന്ധി റോഡ്, ബാംഗ്ലൂർ. ഇതാണ് ക്വിസ്സാണ്. ഇതാണ് നമ്മുടെ പരിജ്ഞാനം. വേദപുസ്തകമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത, അങ്ങനെയും കോട്ടാം ഇങ്ങനെയും കോട്ടാം എന്ന് പറഞ്ഞത് വചനം നമ്മുടെ ആധാരമായിരിക്കണം. ഏതുറക്കത്തിലും ദൈവത്തിൻ്റെ വചനം. പണ്ടൊക്കെ നിങ്ങളുടെയൊക്കെ അപ്പച്ചന്മാരൊക്കെ വലിയ വിദ്യാഭ്യാസം എന്നുള്ളവരൊന്നും ആരും കാണുകയില്ല. പക്ഷേ വേദപുസ്തകം മുഴുവൻ കാണാതറിയായിരുന്നു. അന്ന് വലിയ ആകെപ്പാടെ പുറന്താൾ പോയ ഒരു വേദപുസ്തകം വീട്ടിൽ കാണത്തുള്ളൂ അല്ലേ? പക്ഷെ അവർക്ക് വേദപുസ്തകമായിട്ട് എന്തോ ഒരു ബന്ധമായിരുന്നു. വചനത്തിൽ അടിയുറച്ച് ജീവിച്ചവരാണ്. ഉണരണം, വചനത്തിന് മുൻപാകെ ഉണരണം. മൂന്നാമത്തെ ഉറക്കമാണ് കൂട്ടായ്മയിലുള്ള ഉറക്കം. കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥിക്കാൻ മലയിൽ കയറി, മറുമലയിൽ പോയി. ചങ്ക് പൊട്ടിയുള്ള പ്രാർത്ഥന, രക്തത്തുള്ളികൾ വിയർപ്പ് തുള്ളികളായിട്ട് വീഴുകയാണ്. ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാം. അവരങ്ങ് ഉറങ്ങിപ്പോയി. പത്രോസല്ലേ പുള്ളി, ജയിലിൽ നിന്നുറങ്ങിയ പുള്ളിയാണ്. പിന്നെ മലയുടെ മുകളിൽ കയറി ഉറങ്ങാതിരിക്കുക. പത്രോസ് അങ്ങ് ഉറങ്ങിപ്പോയി. കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? അന്യോന്യം ഭാരങ്ങളെ ചുമക്കുന്ന കൂട്ടായ്മ സംഘങ്ങളുണ്ടാകണം. അന്യോന്യം ഊന്നുവടികളായി നിൽക്കാം. സഫലം ഈ യാത്ര. ഈ ജീവിതയാത്ര സഫലമാകണമെങ്കിൽ അന്യോന്യം ഊന്നുവടികളായി നിൽക്കാം. കൂട്ടായ്മയിലൂടെ മാത്രമേ സഭ വളരുകയുള്ളൂ. ഒരു കാലത്ത് മാർത്താമാ സഭയെ കൂട്ടായ്മയിൽ വർദ്ധിച്ചു വന്ന സഭയാണ്. ഉണരണം. ഈ ഉറങ്ങുന്നവരെ ഉണർത്തുന്ന കാറ്റ് വീശം. നാലാമതായി സക്കറിയ പ്രവചനം 9-ാം അധ്യായം 14-ാമത്തെ വാക്യം. സക്കറിയ 9:14. യഹോവയായ കർത്താവ് കാഹളമൂതി തെക്കൻ ചുഴലിക്കാറ്റുകളിൽ വരും. കാറ്റ്, ആദ്യം ഞാൻ പറഞ്ഞത് മരിച്ചവരെ ജീവിപ്പിക്കുന്ന കാറ്റ്. രണ്ടാമത് ഞാൻ പറഞ്ഞത് പുലർത്തുന്ന കാറ്റ്, കടലിൽ നിന്ന് കാടപ്പക്ഷികളെ കൊണ്ടുവരുന്ന അത്ഭുതത്തിൻ്റെ കാറ്റ്. മൂന്നാമത് ഞാൻ പറഞ്ഞത് വഴിതെറ്റിയവരെ യഥാസ്ഥാനപ്പെടുത്തുവാൻ വീശുന്ന കാറ്റ്. ആ യഥാസ്ഥാനപ്പെടുത്തുവാൻ വീശുന്ന കാറ്റ് നമ്മളെ നശിപ്പിക്കാനല്ല, യഥാസ്ഥാനപ്പെടുത്താനാണ്. യോനായെ തക്ക സ്ഥലത്ത് എത്തിക്കാൻ വേണ്ടിയാണ് ആ കാറ്റ് വീശുന്നത്, നശിപ്പിക്കാനല്ല. പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായെങ്കിൽ യോനായെ തക്ക സ്ഥലത്ത് എത്തിച്ചു. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പിന്മാറുമ്പോൾ നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുവാൻ കാറ്റ് വീശിയേക്കാം, അതിനല്പം വേദന തോന്നിയേക്കാം, എങ്കിലും തക്ക സ്ഥലത്ത് ദൈവം എത്തിക്കും. ഇവിടെ നമ്മൾ വായിച്ചത് യഹോവയായ ദൈവം വരുന്നതായി പ്രത്യക്ഷപ്പെടാൻ പോകുന്ന തെക്കൻ ചുഴലിക്കാറ്റ്. ചുഴലിക്കാറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ചുഴലിക്കാറ്റ് പ്രത്യേക കാറ്റാണ്, അതൊരു വേർപാടിൻ്റെ കാറ്റാണ്. ചുഴലിക്കാറ്റ് ഒരു ഭാരമില്ലാത്തതിനെ മേലോട്ടെടുക്കുകയും ഭാരമുള്ളതിനെ ഇവിടെ അവശേഷിപ്പിക്കുകയും ചെയ്യുന്ന കാറ്റാണ് ചുഴലിക്കാറ്റ്. കർത്താവിൻ്റെ വരവെങ്കിൽ അങ്ങനെ സംഭവിക്കുമെന്നാണ്.
അവന് വേണ്ടി വിശുദ്ധിയോടെ, അതാ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്നവർ. അവർ മേലോട്ട് എടുക്കപ്പെടും, കർത്താവിനോട് എടുക്കപ്പെടും, അവരെന്നോടുകൂടെ വാഴും. പാപബന്ധനത്തിൽ കഴിയുന്നവരിവിടെ കിടക്കും. പാപരഹിതരായ വിശുദ്ധ ജീവിതം പ്രാപിക്കുന്നവർ ദൈവസന്നിധിയിലേക്ക്, മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടും. കർത്താവ് കള്ളനെ പോലെ വരും എന്നല്ലേ പറഞ്ഞേക്കുന്നേ? അല്ലേ? ആണോ? ഇവിടെയും പറഞ്ഞിട്ടില്ലേ കള്ളനെ എന്ന് പറഞ്ഞാൽ എന്നാ? കള്ളനെ പോലെ വരുമെന്ന് പറഞ്ഞാൽ എന്താ? ശൂശു വെക്കുക. കള്ളൻ എന്തിനാ വരുന്നേ? കള്ളൻ വരുന്നത് നിക്ഷേപം എടുക്കാനാണ്. നിക്ഷേപം, സ്വത്തെടുക്കാനാണ്. വാഴക്കലയൊക്കെ മോട്ടിക്കാൻ വരുന്ന പണ്ടത്തെ കള്ളന്മാരാണ്. കള്ളൻ വരുന്നത് നിക്ഷേപം എടുക്കാൻ. എന്താ ദൈവത്തിൻ്റെ നിക്ഷേപം? എന്താണ് ദൈവത്തിൻ്റെ നിക്ഷേപം? യഹോവ യാക്കോബിനെ തനിക്കായിട്ടും ഇസ്രായേലിനെ തൻ്റെ നിക്ഷേപമായിട്ടും തിരഞ്ഞെടുത്തിരിക്കുന്നു. യാക്കോബ് തന്നെയാണ് ഇസ്രയേൽ. രൂപാന്തരപ്പെട്ട യാക്കോബാണ് ഇസ്രയേൽ. എല്ലാവരും ദൈവത്തിൻ്റെ വകയാണ്. ഈ ഭൂമികളെല്ലാവരും എല്ലാം ദൈവത്തിൻ്റെ വകയാണ്. പക്ഷേ ദൈവത്തിൻ്റെ നിക്ഷേപം എന്താണ്? താൻ ജീവൻ നൽകി, രക്തം നൽകി വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ് ദൈവത്തിൻ്റെ നിക്ഷേപം. അവരെ സ്വീകരിക്കാനായിട്ടാണ് കർത്താവ് കള്ളനെ പോലെ വരുമെന്ന് പറയുന്നത്. അല്ലാതെ അറിയിക്കാതെ. ഇപ്പോൾ എല്ലാവരും നോട്ടീസൊക്കെ തന്നിട്ടല്ലേ വരുന്നത്. അറിയിക്കാതെ വരുന്നത്. കർത്താവ് അറിയിക്കാതെ അല്ലല്ലോ വരുന്നത്. കാഹളം ഊതിയല്ലേ, ഭയങ്കര ബഹളത്തോടുകൂടല്ലേ വരുന്നേ. പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും കാഹള സ്വരത്തോടും കൂടെ കർത്താവ് വരാൻ പോകുന്നത്. എന്തിനാ വരുന്നത്? തൻ്റെ നിക്ഷേപത്തെ സ്വീകരിക്കാൻ. ആരാണ് നിക്ഷേപം? അവൻ രക്തം നൽകി വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വരവ് സമീപമായിരിക്കും. ഒരു ചുഴലിക്കാറ്റ് വീശാൻ പോവാണ്. രാജാക്കന്മാരുടെ പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട്. ഏലിയാവും ഏലിശായും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഏലിയാവ് ഒരു ചുഴലിക്കാറ്റ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് വായിക്കുന്നു. ഒരു ചുഴലിക്കാറ്റ് വീശുമ്പോൾ ഈ ലോകത്തിൽ കർത്താവിന് വേണ്ടി കാത്തിരുന്ന വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ഞാനും അവരോട് എടുത്തുകൊള്ളപ്പെടും എന്നൊരു ഉറപ്പ് നമുക്ക് വേണം. ഒരു വേർപാടിൻ്റെ കാറ്റാണ് കർത്താവ് വരുമ്പോൾ വീശാൻ പോകുന്നത്. ആ കാറ്റിലാണ് കർത്താവ് വരാനായിട്ട് പോകുന്നത്. കർത്താവ് പറഞ്ഞല്ലോ, കർത്താവ് വരുമ്പോൾ ഒരു എന്താ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അന്ന് 2 പേർ തിരികല്ലിൽ പിടിച്ചുകൊണ്ടിരിക്കും. ഒരാൾ സ്വീകരിക്കപ്പെടും, ഒരാൾ തള്ളപ്പെടും. അന്ന് 2 പേർ വയലിലായിരിക്കും, ഒരാൾ സ്വീകരിക്കപ്പെടും, ഒരാൾ തള്ളപ്പെടും. അന്ന് 2 പേർ ഒരു കിടക്കയിലായിരിക്കും, ഒരാൾ സ്വീകരിക്കപ്പെടും, ഒരാൾ തള്ളപ്പെടും. ഇപ്പോൾ ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. കർത്താവിൻ്റെ വരവെങ്കിൽ ആ കാറ്റ് വീശുമ്പോൾ ഈ ലോക പാപബന്ധനത്തിൽ വിടുവിക്കപ്പെട്ടവർ ദൈവസേനയിലേക്ക് എടുത്തുകൊള്ളപ്പെടും. ഞാൻ വളരെ സ്നേഹത്തോടെ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വരവെങ്കിൽ അവനോട് എടുത്തുകൊള്ളപ്പെടും എന്നുറപ്പ് നിങ്ങൾക്കുണ്ടോ? ആ ഉറപ്പ് ലഭിക്കണം. അതാണ് ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും. അത് മറ്റുള്ളവർ നമ്മളുമായിട്ടുള്ള വ്യത്യാസം അതാണ്. ദൈവം സഭയെ സ്വീകരിക്കാനായിട്ടാണ് വരുന്നത്. ആരാണ് സഭ? രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ് സഭ. അവരെ സ്വീകരിക്കാനായിട്ട്, അവർക്ക് വേണ്ടി കർത്താവ് ഈ ലോകത്തിൽ വന്നത് അതിനു വേണ്ടിയാണ്. ആദ്യത്തെ ക്രിസ്മസ് അതിനു വേണ്ടിയാണ്. ഒരു സമൂഹത്തെ രക്ഷിക്കാൻ, ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി യേശുക്രിസ്തു, ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി യേശുക്രിസ്തു വന്നു. അങ്ങനെ രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാനായിട്ട് അവൻ വീണ്ടും വരും. അവൻ വീണ്ടും വരുമ്പോൾ അവനോടുകൂടെ ഞാനും എടുത്തുകൊള്ളപ്പെടും. ഈ ഉറപ്പ് നമുക്കുണ്ട്. എവിടെ നിന്ന് ചോദിച്ചാലും പറയാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ഇന്ന് രാത്രി എൻ്റെ ജീവനെ ചോദിച്ചാലും ഞാൻ എൻ്റെ ദൈവസേനയിലെത്തുമെന്ന് ഉറപ്പ് എനിക്കുണ്ട്. ആ ഉറപ്പ് നമുക്ക് വേണം. ആ ഉറപ്പ് ലഭിക്കാതെ നമ്മളെ സമയം ചെലവഴിക്കരുത്. 2025 നമ്മൾ പ്രവേശിക്കുകയാണ്. എന്തൊക്കെയാണ് ഈ ലോകത്ത് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. എന്ത് സംഭവിച്ചാലും ശരി, എൻ്റെ കർത്താവിൻ്റെ വരവാണ് സംഭവിക്കുന്നതെങ്കിൽ ഞാൻ അവനോട് എടുത്തുകൊള്ളപ്പെടും. അല്ല, അതിനു മുമ്പ് എൻ്റെ മരണം സംഭവിക്കുകയാണെങ്കിലും ഞാൻ നിത്യതയിൽ കർത്താവിനോട് കാണും. ഈ ഉറപ്പ് നമുക്ക് വേണം. ഇതിൽ കുറഞ്ഞ ഒരു പ്രത്യാശയില്ല. ഇതിൽ കുറഞ്ഞ ഒരു പ്രത്യാശയുമില്ല. ഇതാണ് പ്രത്യാശ, ഇതാണ് നമ്മുടെ വിശ്വാസം. ഈ ഉറപ്പ് നമുക്ക് ലഭിക്കണം. കൈകളാൽ തീർക്കപ്പെടാത്തതാം പുതുശാലേം നഗരമതിൽ, കൈകളാൽ തീർക്കപ്പെടാത്തതാം പുതുശാലേം നഗരമതിൽ, സദാകാലം ഞാൻ മണവാട്ടിയായി പരനോടു കൂടെ വാഴുമേ. സദാകാലം ഞാൻ മണവാട്ടിയായി പരനോടു കൂടെ വാഴുമേ. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധനായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയ എൻ്റെ പ്രിയന്റെ മുൻപിൽ
ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. നമ്മുടെ രാത്രി സുവിശേഷയോട് അവസാനിക്കുകയാണല്ലോ. നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഇനി നമുക്കിങ്ങനെ അവസരം ലഭിക്കുമെന്ന് നമുക്കറിഞ്ഞുകൂടാ. കർത്താവ് നമ്മളെ തൻ്റെ സന്നിധിയിലേക്ക് ക്ഷണിക്കുന്നു. ഒരു പുതിയ വർഷത്തിൻ്റെ ആരംഭ ദിവസങ്ങളിൽ കർത്താവിനോട് ആയിരിക്കാൻ നമുക്ക് അവസരം നൽകി. കർത്താവ് വിശ്വസ്തൻ, അവനോട് നമുക്ക് യാത്ര തുടരാം. നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ പാപങ്ങളെല്ലാം നമുക്ക് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഒരു പുതിയ ജീവിതത്തിനായി നമുക്കൊരുങ്ങാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഈ പാട്ടിൻ്റെ സ്റ്റാൻസ വീണ്ടും ഒരുമിച്ച് പാടി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കൈകളാൽ തീർക്കപ്പെടാത്തതാം പുതുശാലേ നഗരമതിൽ, കൈകളാൽ തീർക്കപ്പെടാത്തതാം പുതുശാലേ നഗരമതിൽ സദാകാലം ഞാൻ മണവാട്ടിയായി പരനോടു കൂടെ വാഴുമേ. സദാകാലം ഞാൻ മണവാട്ടിയായി പരനോടു കൂടെ വാഴുമേ. ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധനായി ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗപിതാവേ, മനോഹരമായ രാത്രിക്കായി സ്തോത്രം. ഒരു ചരിത്ര സംഭവ കാലത്താണല്ലോ ഞങ്ങൾ ജീവിക്കുന്നത്. ഒരു പുതിയ വർഷത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. ഈ നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ 25 വർഷങ്ങൾ തീരുന്നു. കർത്താവെ, പുതിയൊരു തീരുമാനവുമായി പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് ഞങ്ങളെ നിൻ്റെ മക്കളും അവകാശികളുമാക്കി തീർത്തിരിക്കുന്നതിൻ്റെ കൂട്ടായ്മയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ആ അവസ്ഥയിൽ ജീവിപ്പാൻ ഞങ്ങൾക്കിടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാപത്തോടെ വിട പറഞ്ഞ് കർത്താവെ, ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും അനുഭവിക്കുന്നവരായി കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരു നിത്യഭവനത്തിൻ്റെ ഓഹരിക്കാരായി തീരുവാനുള്ള യോഗ്യതയോടുകൂടി താല്പര്യത്തോടുകൂടി ശിഷ്ടായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ തങ്ങളുടെ ജീവിതത്തെ ആഗ്രഹത്തോടുകൂടി സമർപ്പിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ സമർപ്പണത്തെ നിമാനിക്കണമേ. തുടർന്നുള്ള കാലം കർത്താവിനോട് മാത്രമായിരിക്കാൻ നിന്റെ മക്കളെ സഹായിക്കുകയും ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. എല്ലാവർക്കും ഇരിക്കും.